ഓക്കെ ഡൺ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലെന്നത്. ഫോറക്സിനെ കുറിച്ച് ഒരു ചെറിയ ബ്രീഫ് കിട്ടിയില്ലേ? ചെറിയൊരു ഐഡിയ കിട്ടിയില്ല അല്ലേ? അപ്പോൾ ഓക്കെ, ഇതിലിപ്പോൾ ആകെ 3 പേരായിട്ടുള്ളൂ. അതാണ് നമുക്ക് ഇത്ര സ്റ്റുഡൻസ് ഉള്ളപ്പോഴേ. ക്ലാസ് റെക്കോർഡ് സെക്ഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ലൈവ് ആയിട്ടിരിക്കുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആണല്ലോ. ഞങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങളുടെ സൈഡിൽ നിന്ന് രണ്ടുപേർക്കും ബെറ്റർ അതാണ്. നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ച് ക്ലാസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഡിലേ ആക്കിയത്, സോറി കേട്ടോ. നമുക്ക് ജസ്റ്റ് വെറുതെ ചാർട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? കാരണം ലൈവിൽ ഇപ്പോൾ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഫോറക്സോ അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റോ ഗോൾഡ് ക്രിപ്റ്റോയോ ഏത് പേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഇല്ലല്ലേ? ഓക്കെ. ജയാനന്ദ് സാറ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാന് ചെയ്തിട്ടില്ല. ചെറിയൊരു ഐഡിയ ഫ്രണ്ട്സ് പറഞ്ഞൊരു അറിവുണ്ട്. സോബിൻ ബ്രോ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഓക്കെ. സീത മാം ജോയിൻ ആയിട്ടുണ്ട്. മാം ഓഡിബിൾ ആണോ? ഓക്കെ. മാം ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. നമുക്ക് അതാണ് ഒന്നുകൂടി ബെറ്റർ. നമുക്കൊരു സ്റ്റാർട്ടിങ് രീതിയിൽ സ്റ്റുഡൻസിന് കിട്ടുമ്പോൾ ഏറ്റവും പഠിപ്പിക്കാൻ സുഖം ഇവരായിരിക്കും, ബിഗിനേഴ്സിനായിരിക്കും. അവർക്ക് സ്ട്രക്ചറായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അറിയണവർക്ക് അവർക്ക് എന്തെങ്കിലും സാധനം എവിടെ നിന്നെങ്കിലും ഹിൻഡ് കിട്ടിയിട്ടുണ്ടാവും, അവർ അതുമ്പോൾ പിടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരെ ഒന്നൊരു ബെറ്ററാണ് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് പരിചയപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ഓക്കെ. എൻ്റെ പേര് ഇബ്രാഹിം. നമുക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെടാൻ പറ്റിയില്ല. മാം ജോയിൻ ചെയ്യാൻ കുറച്ച് ടൈം ഡിലേ ആയില്ലേ? വർക്ക് ഓക്കെ. സ്ഥലം തൃശ്ശൂരാണ്. മാം നാട്ടിലെവിടെയാണ്? എറണാകുളത്ത് എവിടെ? ഞാൻ കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 4 കൊല്ലം. എടപ്പള്ളി. എടപ്പള്ളി ചെങ്ങമ്പുഴ ആയിരുന്നു എൻ്റെ ഓഫീസിൻ്റെ ആയിരുന്നു. ചെങ്ങമ്പുഴ ഇന്നർ സ്പേസ് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഒത്തിരി മാറി എടപ്പള്ളി. ഞാൻ 20 years ആയി UK-ലായിട്ട്. അപ്പൊ അത് നാട്ടിൽ. ഓക്കെ. ഓഡിയോ കട്ടായതാണോ? കേൾക്കുന്നുണ്ടോ? ഓഡിയോ കട്ടായതല്ല, ഒരു PDF തപ്പിയതാണ്. ഓക്കെ. ഇതിൽ ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? ചാർട്ട് കാണുന്നുണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും അല്ലേ? ഇതൊക്കെ ഏതാ ചാർട്ട് എന്ന് പറയാൻ പറ്റും? ജസ്റ്റ് ചാർട്ട് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും നമുക്ക് ഇന്നലത്തെ ഫസ്റ്റ് ക്ലാസ്സിലത്തെ ഒന്നും കൂടി ഒരു ബേസിക്സ് ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് റൺ ചെയ്യാം. ഇതേതാ ചാർട്ട് എന്ന് മനസ്സിലായോ? XAUSD ഗോൾഡ് ആണിത്. ഗോൾഡിന്റെ മാർക്കറ്റാണ്, ഗോൾഡിന്റെ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇത് ബിറ്റ് കോയിൻ ആണ്, ക്രിപ്റ്റോ ആണ് ഇത് വരുന്നത്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ കറൻസി പെയേഴ്സിലാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, മേജർ കറൻസി പഠിച്ചു, അതുപോലെ ക്രോസ് കറൻസി പഠിച്ചു. മേജർ പെയേഴ്സ്, ക്രോസ് പെയേഴ്സ്, എക്സോട്ടിക് പെയേഴ്സ്. ക്ലിയർ അല്ലേ അത്? അപ്പം അതിലത്തെ മേജർ പെയേഴ്സിൽ വരുന്ന ഫസ്റ്റ് പെയറാണ് EURUSD, യൂറോ USD, US ഡോളറും യൂറോയും. അതുപോലെ തന്നെ നെക്സ്റ്റ് USD CAD, US ഡോളറും കനേഡിയൻ ഡോളറും. നെക്സ്റ്റ് USD CHF, GBP USD, AUD USD. നെക്സ്റ്റ് USD JPY, NSD USD. ഇത്തരം പെയേഴ്സ് ഓക്കെ അല്ലേ? ഇതൊക്കെ ഏതാ പെയർ എന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് അതിന് ഇത് അറിയാവുന്നൊരു പറയാൻ ഇൻഫോം ചെയ്യേണ്ട. സീത മാമിന് ഇത് ഏതാ പെയേഴ്സ് മനസ്സിലായോ? നമുക്ക് മൊത്തം 3 ടൈപ്പ് പെയേഴ്സ് ഉണ്ട്. ഒന്ന് മേജർ പെയർ, നെക്സ്റ്റ് ക്രോസ് പെയേഴ്സ്, പിന്നെ എക്സോട്ടിക് പെയേഴ്സ്. ഇപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ
6-7 പേഴ്സ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഹലോ, അതെ അതെ, ഓൺലൈനല്ലേ കാണിക്കുന്നുണ്ടല്ലേ? ആ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, റേഞ്ച് ഇഷ്യൂ ഉണ്ടോ അവിടെ? ഹലോ, ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഞാൻ ചോദിച്ചത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമ്മൾ കുറച്ച് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാനിത് ആദ്യം കഴിഞ്ഞ ക്ലാസ് ശരിക്കും കേട്ടില്ലായിരുന്നു, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ആർക്കെങ്കിലും ജസ്റ്റ് പറയാമോ, ഈ ഇത്രയും പേഴ്സ് ഏതായിരുന്നു? ഇത് ഏതിന്റെ അണ്ടറിൽ വരുന്ന? മേജർ പേഴ്സ് ആണ് വരുന്നത് അല്ലെ. നെക്സ്റ്റ് അവിടുന്ന് നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് EUR GPP, EUR CHF, ഇതൊക്കെ ഏതാ പേഴ്സ് എന്ന് അറിയില്ലേ? എന്തായാലും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തായാലും അറിയുണ്ടാവും. EUR CHF, EUR CAD അത് നിങ്ങൾക്ക് എന്തായാലും അറിയുണ്ടാവും. ജസ്റ്റ് വെറുതെ കോമൺ ആയിട്ട് ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ട് ചോദിക്കുന്നത് കേട്ടോ. വെറുതെ ഏതാണ് പേര് അറിയാവോ എന്ന് ചോദിക്കുന്നത്. ക്രോസ് പേഴ്സ്. അപ്പൊ ഈ ബാക്കി എല്ലാം അങ്ങോട്ട് ക്രോസ് പേഴ്സാണ് വരുന്നത്. NSD CHF ക്രോസ് പേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ലിക്വിഡിറ്റി ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഒരാൾ ട്രേഡ് എടുക്കുന്ന ഒരാൾ ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുക, അല്ലെങ്കിൽ ട്രേഡ് എടുക്കുക, ഒരു എൻട്രി നോക്കുക, എപ്പോഴും മേജർ പേഴ്സിന്റെ അണ്ടറിലായിരിക്കും. എൻട്രി മീൻസ് എന്നാ ബേസിക്കലി എൻട്രി നമ്മൾ വാല്യൂ അത് ബൈ ചെയ്യാനുള്ള വാല്യൂ എന്തോന്ന്? നമുക്ക് ട്രേഡിംഗ് പറഞ്ഞാൽ പ്യൂർ കച്ചവടമാണ് അല്ലെ. ചെറിയ വിലക്ക് മേടിക്കുന്നു, വലിയ വിലക്ക് വിൽക്കുന്നു അല്ലെ. അപ്പൊ ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസ് നോക്കി മേടിക്കുക ട്രേഡിംഗിൽ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വെച്ചാണ് കണ്ടുപിടിക്കുന്നതൊക്കെ. ഓക്കെ, അത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ടോപ്പിക്സ് വരുന്നേ ഉള്ളൂ. പക്ഷേ അത് ചാർട്ട് അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഈ പേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തുക, അത് മാത്രമാണ് ഉദ്ദേശം. അതുപോലെ തന്നെ അപ്പോൾ ഫസ്റ്റ് ഈ മേജർ പേഴ്സിൽ മാത്രമാണ് നമ്മൾ എൻട്രി നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രോസ് പേഴ്സിലോട്ട് എൻട്രി പോകുള്ളൂ അല്ലേ. നമുക്ക് 3 പേഴ്സ് പറഞ്ഞു, മേജർ, ക്രോസ് പേഴ്സ്, എക്സോട്ടിക് അല്ലേ. ഇതും കിട്ടിയില്ലെങ്കിൽ മാത്രമേ എക്സോട്ടിക്കിൽ ട്രേഡ് ചെയ്യാൻ കുറിച്ച് ആലോചിക്കുള്ളൂ. പക്ഷെ ആ എക്സോട്ടിക്കിൽ ട്രേഡ് ചെയ്യാറില്ല, കാരണം അതിന് ലിക്വിഡിറ്റി കുറവായിരിക്കും. ചില ആൾക്കാരെ പ്രസൻസ് എന്നുവെച്ചാൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് കുറവായിരിക്കും അതിൽ. വെച്ചാൽ അതിൽ ട്രേഡ് നടക്കുന്നില്ല, എപ്പോഴെങ്കിലും ബയ്യോ സെല്ലോ അല്ലെങ്കിൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല അതിൽ. അപ്പോൾ അത് ബെസ്റ്റ് എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എത്രേ ഉള്ളൂ, ഒരു ചാർട്ട് എടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കണ്ടിന്യൂ ആണ്. ഇപ്പോൾ ഇത് GPP USD ട്രേഡാണ്, ചാർട്ടാണിത് അല്ലേ. ഇതിൽ 1 ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡേ ഫ്രെയിം ആണ്. നിങ്ങൾക്ക് ആരും ക്യാൻഡിൽസ് എന്ന് അറിയില്ല എന്നറിയാം. അപ്പോൾ ഇത് ഒരു ക്യാൻഡിൽ പറയുമ്പോൾ ഒരു ദിവസത്തെ ക്യാൻഡിലാണ്. ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമിക്ക് വരാം. നമുക്ക് 5 മിനിറ്റ്സ്, നമുക്ക് 1 മിനിറ്റ് വരെ ടൈം ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ചെറിയ ടൈം ഫ്രെയിം ഒരു 1 മിനിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഇടാം അല്ലേ. അപ്പോൾ ഇതിടുമ്പോൾ പോലും ഇതിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലല്ല കാണിക്കുന്നത്. ഈ ഗ്രീന് റെഡൊക്കെ നല്ല സ്ട്രെങ്ത് ഇല്ല ഇതിന് ഇല്ലേ? എല്ലാവരും ക്ലിയർ അല്ലേ? ഇത് 5 മിനിറ്റ്സിൽ ഗ്യാപ്പ് ഇല്ലാതെയും അതുപോലെ തന്നെ എപ്പോഴും സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് കാണിക്കുന്നില്ലേ? എല്ലാം ഒരേ ഒരു നോർമൽ ക്യാൻഡിൽസ് പോലെ കാണിക്കുന്നില്ലേ? അത് ശരിയാണ്. എന്നാലും നമുക്കൊരു എല്ലാം ഒരു ആവറേജ് നോക്കുമ്പോൾ ഓക്കെ അല്ലേ ക്യാൻഡിൽസ് എല്ലാം? ഓക്കെ. ഇതിനി നേരെ നമുക്ക് ക്രോസ്, ഇത് ഈ GPP USD ഏതാണ് പേര്? മേജർ പെയറാണ് അല്ലേ. ഓക്കെ. ഇത് നമുക്ക് ഇനി ക്രോസ് പേഴ്സിലോട്ട് പോകുമ്പോൾ NSD CAD AUD CHF വരുമ്പോൾ ഒന്നും കൂടി അതിന്റെ അപാകത കാണാൻ പറ്റും. ഇവിടെ കണ്ടതില് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടതില് ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് ക്യാൻഡിൽസേ ഇല്ല, ഷാഡോസ് മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ? ഡോട്ട്സ് പോലെ ഇരിക്കും. NSD CHF ഇതൊക്കെ കണ്ടോ? വലിയൊരു ഷേഡോ മേലെ കണ്ടോ? ഇതൊക്കെ വലിയൊരു ഷേഡോ മേലെ. എന്നുവെച്ചാൽ ഇതൊക്കെ മാർക്കറ്റിൽ ഒരു ബ്രോക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ്. ഇതിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് SL അടിക്കും. ഇപ്പോൾ നമ്മൾ നമുക്ക് SLന്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. ഇതൊക്കെ വെറുതെ ഒരു മൊമെന്റ് ഉണ്ടാവുകയാണ്. ഇത്രയും കയറി പോയി മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു. ക്രോസ് പേഴ്സിൽ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതിൽ.
ഇതിപ്പോൾ ക്രോസ് പേയേഴ്സ് പറഞ്ഞു അല്ലേ. ഇനി എക്സോട്ടിക് പേയേഴ്സ് ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു എക്സോട്ടിക് പേയർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സോട്ടിക് ഫയൽസില് ഒരു സൈഡ് കറൻസി ഏതായിരിക്കും? USD ആയിരിക്കും. USD ആയിരിക്കും. നെക്സ്റ്റ് HKD ഹോങ്കോങ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ USD INR അടിക്കാം. ഹോങ്കോങ്ങിന്റെ ഏതായിരുന്നു വരുന്നത്? HKD. ഓക്കെ. ഇതല്ലേ വരുന്നത് USD HKD. ഓക്കെ അല്ലേ? അതെ ഹോങ്കോങ് ഡോളർ. യെസ്. അപ്പോൾ ഇതിൽ കണ്ടോ, നമുക്കിതിൽ 5 മിനിറ്റ്സ് കണ്ടോ, ഇതിൽ ചാർട്ട് പോയി വെറുതെ ഇവിടെ ഫുള്ളൊരു ഡോട്ടാ. ഇതിൽ കണ്ടോ ഫുള്ളൊരു ഡോട്ട് അല്ലേ? ബാക്കിലോട്ട് പിന്നെയും കോമഡി കാണാൻ പറ്റും ഇതിൽ. കണ്ടോ ഇവിടെ കണ്ടോ, ഇതിൽ ഈ ഏരിയ കണ്ടോ ഫുൾ ഡോട്ടാ. ഒരു ക്യാൻഡിൽസ് ഇല്ല ഇതിലൊന്നും. ഈ ഏരിയ കണ്ടോ, ഇതിലൊന്നും ട്രേഡ് നടക്കുന്നേ ഇല്ല, മൂവ്മെന്റ്സ് ഇല്ല മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ ബൈ എൻട്രി കൊടുത്തുമായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 7.7 നിൽക്കുന്നെങ്കിൽ നമ്മൾ എൻട്രി കൊടുത്താൽ നമുക്ക് എൻട്രി കിട്ടുന്ന പ്രൈസ് 10 അല്ലെങ്കിൽ 7.50 അല്ലെങ്കിൽ 8 നമുക്ക് എൻട്രി കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതാണ് ആരും എക്സോട്ടിക് പേയേഴ്സിലോട്ട് ട്രേഡ് ചെയ്യാൻ പോകാത്തത്. എക്സോട്ടിക്കിൽ ആരും ട്രേഡ് ചെയ്യാത്ത റീസൺ, മെയിനായിട്ട് റീസൺ എപ്പോഴും അവർ മേജർ പേയേഴ്സ്, അതുപോലെ ക്രോസ് പേയേഴ്സ്, പിന്നെ കമ്മോഡിറ്റി അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇതിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് നമുക്ക് വേറെ എക്സാമ്പിൾ പറയുമ്പോൾ എക്സോട്ടിക്കിൻ്റെ USD INR എല്ലാവരും അതാണ് ഏറ്റവും എക്സാമ്പിൾ ഉദ്ദേശിക്കാറ്. ICE ഇതും അങ്ങനത്തെ. ഇതിൽ നേരത്തെ ഞാൻ അന്ന് ഫസ്റ്റ് ഡേ കാണിച്ചു തന്നിരുന്നുണ്ടോ, ഇതിൽ ഗ്രീൻ ക്യാൻഡിൽസ് മാത്രം അല്ലേ ഫുള്ള് അല്ലേ? അപ്പോൾ ഇതിൽ ആരും ട്രേഡ് ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മേജർ പേയേഴ്സിൽ മാത്രം ട്രേഡ് നോക്കുക. മേജർ പേയേഴ്സിൽ മാത്രം ട്രേഡ് നോക്കുക. അതിൽ ട്രേഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലവർക്കുണ്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ട്രേഡ് എടുത്തേ പറ്റും, എങ്ങനെയെങ്കിലും ട്രേഡ് എടുത്തേ പറ്റും അവർക്ക്. അത് അല്ല ഓൾമോസ്റ്റ് തുടക്കക്കാർക്ക് എല്ലാവർക്കും പറഞ്ഞ ഇഷ്യൂസാണ്. ഇവൻ എനിക്ക് പോലും ഉണ്ടായിരുന്നു. എനിക്ക് വലിയ സൈക്കോളജി ഇഷ്യൂസ് വന്നതാണ്. ഞാനൊക്കെ പതുക്കെ അത് ഒരുപാട് പേരെ കണ്ടിട്ടൊക്കെയാണ് അത് മാറ്റിയെടുത്തത്. അത് എപ്പോഴും ട്രേഡിങ്ങിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ആണ്, ഇമോഷണലാണ് വർക്ക് ചെയ്യല്. അപ്പോൾ എവിടെ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ വൺസ് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേഡിൽ ലോക്കാണ്. ഒരു കച്ചവടം, ട്രേഡ് ഒരു കച്ചവടമാണ്. ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ട പിന്നെ നമ്മൾ അതിൽ ലോക്കാണ്. നഷ്ടമോ അല്ലെങ്കിൽ ലാഭമോ കിട്ടാതെ നമ്മൾ ഇറങ്ങി പോരില്ല. നമ്മുടെ എന്തൊക്കെ വ്യൂ തെറ്റിയാലും, നമ്മുടെ അനാലിസിസ് എന്തൊക്കെ തെറ്റിയെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി പോരില്ല. അത് എപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്ത് മാത്രം എടുക്കുക. ഇപ്പോൾ അനാലിസിന് ടോപ്പിക്സ് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രേഡ് എടുക്കുമ്പോൾ കാര്യം പറഞ്ഞു മാത്രം. അപ്പോൾ എപ്പോഴും മേജർ പെയറിൽ മാത്രം ഒരു എൻട്രി നോക്കുക, മേജർ പെയേഴ്സിൽ മാത്രം. അതിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ട്രേഡ്സ് എടുക്കാൻ പറയാൻ കാരണം. അതിൽ എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമാണ് ക്രോസ് പെയേഴ്സിലോട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്ര ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് മേജർ പേഴ്സ് ട്രേഡ് ചെയ്യാന്ന് പറയാൻ കാരണം, അതുപോലെ എന്തുകൊണ്ട് എക്സോട്ടിക് വേണ്ടെന്ന് പറയാനുള്ള റീസൺ ഒക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഡേ ഒരു ഐഫോൺ നോക്കിയുടെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു, ഫോൺ വെച്ചിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഈ ബേസിക്സ് പ്രസന്റേഷൻ എല്ലാവരും കാണുന്നില്ലേ? PPT ഇതിലെല്ലാവർക്കും വായിക്കാനൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇനി ആർക്കെങ്കിലും ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഓടിച്ചു വിടണ്ടേ. ഇപ്പൊ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു പോയ ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞേ ഇപ്പോൾ ഈ മേജർ പേയേഴ്സ് ഒക്കെ അറിയത്തില്ലെങ്കിൽ, മേജർ കറൻസീസ് അറിയില്ലെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഒരു നോട്ടിൽ എന്തെങ്കിലും നോട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് കറൻസീസ്, കറൻസി പേയേഴ്സ്, മേജർ, ക്രോസ്, എക്സോട്ടിക്. ഇപ്പോൾ എക്സോട്ടിക് നോട്ട് ചെയ്തതിനും കുഴപ്പമില്ല. ഈ മേജറും ക്രോസ് എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണത്.
ഓക്കെ. അതുപോലെ ഡൗട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തവർ കിട്ടും. നമ്മൾ എപ്പോഴും ഫോറക്സ് ട്രേഡിംഗ് പറഞ്ഞാൽ 2 കറൻസി പെയേഴ്സ് ആയിരിക്കും അല്ലേ? 2 കറൻസി പെയേഴ്സ് ആയിരിക്കും. ഇതിനെ വിളിക്കുക നമ്മൾ ഫസ്റ്റ് കറൻസി, ഒരു ഫസ്റ്റ് കാണുന്ന കറൻസിനെയും സെക്കൻഡ് കാണുന്ന കറൻസിനെയും നമ്മളൊരു ഓരോ പേര് വിളിക്കാറുണ്ട്. എന്താണ് പേര്? ബേസ് കറൻസി, കോഡ് കറൻസി അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ മേടിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇത് മേടിക്കുന്നത് ബേസ് കറൻസി ആയ GBPയുടെ അല്ലേ? ഇപ്പോൾ ഇത് ബെസ്റ്റ് എക്സാമ്പിൾ GBP USD അല്ലേ? ഇപ്പോൾ ഇതിൽ നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ GBP USD പറഞ്ഞ ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ ഏർപ്പെടുമ്പോൾ അതിൽ നടക്കുന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ $US കൊടുത്തിട്ട് എത്ര $US കൊടുത്താലാണ് ഒരു GBP USD നമുക്ക് കിട്ടുക എന്ന് നോക്കണം ആദ്യം. അത് കറണ്ട് റേറ്റ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു GBP കിട്ടണമെങ്കിൽ നമുക്കൊരു 1.5 USD അല്ലെങ്കിൽ ഒരു USD കൊടുക്കണമെങ്കിൽ ആ ഒരു USDയുടെ ഒരു ചെറിയൊരു അനുബന്ധമുണ്ട്, അതിന് മേടിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതാണ് പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ GBPനെയോ അല്ലാതെ USDനെയോ അല്ല മേടിക്കുന്നത്. കറക്റ്റ് നിങ്ങൾക്ക് ചാർട്ടിൽ അതിൻ്റെ റേഷ്യോ കാണും. 1.0100 അങ്ങനത്തെ ചെറിയ ഒരു ലെങ്തി ആയിട്ടുള്ള നമ്പേഴ്സിൽ കാണാൻ പറ്റുക അല്ലെ? GBP ആണെങ്കിൽ നമുക്ക് പൗണ്ടിന്റെ റേറ്റിൽ കാണിക്കുന്നുണ്ട്, USD ആണെങ്കിൽ USD റേറ്റിൽ കാണിക്കുന്നുണ്ട് അല്ലെ? 90, 80 അല്ലെങ്കിൽ 100 ആ റേറ്റിൽ കാണിക്കേണ്ടത്. അത് രണ്ടിന്റെ റേറ്റിൽ കാണിക്കുന്നത്. ഇത് രണ്ടിന്റെയും കൂടിയുള്ള ഒരു അനുബന്ധമുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമുക്ക് ചാർട്ടിൽ കാണപ്പെടുന്നത്. അതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെ? ക്ലിയർ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. ഡൗട്ട്സിന് അപ്പോൾ ചോദിച്ചിട്ട് കുഴപ്പമില്ല. നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഒന്നും കൂടി നിങ്ങൾക്ക് എഫക്ട് ചെയ്യും, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ ആവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് GBP ആണ് അല്ലേ? നമ്മൾ മേടിച്ച ബേസ് കറൻസി, ഇതിൽ ബേസ് കറൻസി ഏതാണ്? GBP ഉണ്ട്, USD ഉണ്ട്. ഇപ്പോൾ സീത മാം പറയും ഇതിൽ ഏതാണ് ബേസ് കറൻസി, ഏതാണ് കോഡ് കറൻസി? GBP ബേസ് കറൻസി. GBP ബേസ് കറൻസി, USD കോഡ് കറൻസിയാണ്. അപ്പൊ നമ്മൾ മേടിച്ച ബേസ് കറൻസി അപ്സൈഡ് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്ത $US കോഡ് കറൻസി ഡൗണിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എമൗണ്ട് നമ്മൾ എടുത്ത ട്രേഡ് പ്രോഫിറ്റിലായിരിക്കും. ഒന്നുകൂടി പറയാം, നമ്മൾ GBP USD ട്രേഡാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ നമ്മുടെ ബേസ് കറൻസി ആയ GBP അപ്സൈഡോ അല്ലെങ്കിൽ കോഡ് കറൻസി ആയ USD ഡൗൺ സൈഡോ മൂവ് ചെയ്താൽ മതി, നമ്മുടെ ട്രേഡ് പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ ആണോ? കാരണം നമ്മളിത് GBPയുടെ അനുബന്ധത്തിൽ മേടിച്ചിരിക്കുന്നത്, നമ്മൾ USD കൊടുത്തിട്ട് GBPയുടെ അനുബന്ധത്തിന് മേടിച്ചിരിക്കുന്നത് അല്ലേ? GBP നമ്മൾ സെല്ലാ ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 കറൻസി പെയറിലാണ് ട്രേഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 1 മിനിറ്റ് കാണിച്ചു തരാം. കണ്ടോ? കറൻസി പെയേഴ്സിലാണ് എപ്പോഴും ട്രേഡിംഗ് പറയുമ്പോൾ, ഫോറക്സ് ട്രേഡിംഗ് പറയുമ്പോൾ ഓൾവേസ് 2 കറൻസീസ് ആണ് അല്ലേ? ബൈയിങ് 1 കറൻസി, ഒരു സൈഡിൽ ഒരു കറൻസി മേടിക്കാൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അടുത്ത സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ സെല്ലിങ് അനദർ കറൻസി, നമ്മൾ ഒരു കറൻസി സെല്ലാണ് ചെയ്യുന്നത് അല്ലേ? ഒരു കറൻസി മേടിക്കുന്നു, ഒരു കറൻസി സെല്ല് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ പ്രോഫിറ്റ് ആവുന്നത്രേ ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു സാധനത്തിന് 100 രൂപ വില ഉണ്ട് അല്ലേ? 100 രൂപ വില ഉണ്ട്. നമ്മളിത് 100 രൂപ ഏറ്റവും മാക്സിമം ഏറ്റവും ഹൈ പോയി നിൽക്കുന്ന പ്രൈസാണ്. ഞാനത് 100-ന് വിറ്റു. 100-ന് വിറ്റ നെക്സ്റ്റ് ഡേ അത് 80-ലേക്ക് വന്നു അല്ലേ? അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എത്രയില്? 20 നമ്മുടെ പ്രോഫിറ്റാ. കാരണം നമ്മുടെ ദിവസം നെക്സ്റ്റ് ഡേ നമ്മുടെ പൊസിഷൻ നമ്മുടെ കയ്യിൽ ഇല്ല അല്ലേ? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കയ്യിൽ ആ പൊസിഷൻ അന്നും ഉണ്ടായിരുന്നെങ്കിൽ, ട്രേഡിംഗ് കച്ചവടമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായിട്ട് വെച്ചാൽ ഗസ് ചെയ്യാം, മൗസോ അല്ലെങ്കിൽ ലാപ്പോ എന്തായിട്ട് ഗസ് ചെയ്യാം. 100 രൂപ സാധനം ഇന്ന് ഞാൻ 100-ന് വിറ്റു, നാളെ അത് 80-ലേക്ക് താഴത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് അന്ന് പിറ്റേ ദിവസം നമ്മുടെ കയ്യിൽ ആ പൊസിഷൻ അല്ലെങ്കിൽ ആ വസ്തു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 20 രൂപ ലോസ് വന്നായിരുന്നു അല്ലേ? ഇല്ലാത്ത കാരണം ആ 20 നമുക്ക് സ്റ്റിൽ പ്രോഫിറ്റാ. ആക്ച്വലി നമ്മുടെ എമൗണ്ടിന്റെ മേലെ കയറുന്നത് മാത്രമല്ല പ്രോഫിറ്റ്, നമ്മുടെ കയ്യിൽ നഷ്ടം വന്നിട്ടില്ലെങ്കിലും അത് നമുക്ക് പ്രോഫിറ്റാ. ക്ലിയർ ആയോ? ആർക്കും എന്താ ഡൗട്ട് ഉണ്ട് തോന്നുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കറൻസി മേടിച്ചു, ഇന്ന് ഞാനിപ്പോ ഒരു കറൻസി മേടിച്ചു, അപ്പൊ അത് ഞാൻ ഇന്ന് തന്നെ വിൽക്കണമെന്നുണ്ടോ അതോ നാളെ ആയാലോ? അങ്ങനെ നമ്മളിത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്, നമുക്ക് 3 മന്ത്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. 3 മന്ത്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ചില ബ്രോക്കേഴ്സിൽ മാത്രമാണ് എന്ത് ഇഷ്യൂസ് കാരണം മേ ബി ഒരു 1 വീക്കോ അല്ലെങ്കിൽ സെയിം ഡേ എന്തായാലും എക്സിറ്റിന്റെ ആവശ്യമില്ല. 1 വീക്ക് അല്ല 1 മന്ത് എന്തായാലും നിൽക്കും. ഇത് ശരിക്കും പ്രോഫിറ്റ് വരുന്നത് പിന്നെ ഈ മണിക്കൂറിന്റെ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് ഞാൻ കേറിയിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്. അപ്പൊ അതിൽ പറഞ്ഞത് മണിക്കൂറിന്റെ ട്രേഡിങ്ങിലാണ് പ്രോഫിറ്റ് വരുന്നതെന്നാണ് പറയുന്നത്. മണിക്കൂറിന്റെ അതങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു ചാർട്ടിൽ ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ചു തരാം. നമുക്കിവിടെ
ഇതാണ് ചാർട്ട് വരുന്നത് അല്ലേ. നമുക്കൊരു ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ റീസൺ എടുക്കുക. ഇത് XA അല്ലെങ്കിൽ URUSD എടുക്കുക. നമുക്ക് ഫോറക്സ് അല്ലേ വരുന്നത്. ഇതാ ഈ URUSD, ഈ ചാർട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ഇതിലത്തെ ഇവിടെ കുറച്ച് ടൈം ഫ്രെയിംസ് ഉണ്ട്. മുകളിൽ ടൈം ഫ്രെയിം ഉണ്ടോ? 1M 3M 5M 50 മിനിറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൽ ഇല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ 5M ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഞാൻ മൗസ് വെച്ച ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത ഗ്രീൻ ക്യാൻഡിൽ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? അത് ആ ഒരു ടൈം ഫ്രെയിമിന്റെ ആ ഒരു നിശ്ചിത സമയത്തിന്റെ 1:13:10 പറയുമ്പോൾ ഇന്ത്യൻ സമയം 1:10 ക്യാൻഡിലാണ് കാണിക്കുന്നത്. 1:10 എന്ന് പറയുന്ന ആ ടൈമിന്റെ മാത്രമുള്ള ക്യാൻഡിലാണ് കാണിക്കുന്നത്. 1:05 to 1:10 ആ 5 മിനിറ്റ്സ് ഇല്ലേ അല്ലേ? ആ 5 മിനിറ്റ്സിന്റെ ക്യാൻഡിലാ ഒരെണ്ണമായിട്ട് കാണിക്കുന്നത്. യെസ്, 1:10 to 1:15 ക്യാൻഡിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിലുണ്ടോ? ഇപ്പൊ ഈ ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിലുണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അത് 1:15 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ 1:10 മുതൽ 1:15 വരെയുള്ള ക്യാൻഡിലാണ് ഈ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിനി ഇത് 5 മിനിറ്റ്സിന്റെ കേട്ടോ. ഓരോ 5 മിനിറ്റ്സിന് ക്യാൻഡിൽ ഉണ്ടാവും. ഇത് നേരെ ഡേ ഫ്രെയിമിലോട്ട് പോയി വരിക്കും. ഡേ ഫ്രെയിമിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടോ ഈ റെഡ് ക്യാൻഡിൽ ഇന്നലത്തെ ക്യാൻഡിൽ മാത്രം സൂചിപ്പിക്കുന്നത്. 2026 ഫെബ്രുവരി 26 ക്യാൻഡിൽ മാത്രമാണത്. ഒരൊറ്റ ക്യാൻഡിൽ, ഒരൊറ്റ ദിവസത്തെ ക്യാൻഡിലുള്ളൂ അല്ലേ? തൊട്ട് മുന്നത്തെ ക്യാൻഡിലുണ്ടോ? അതും ഒരൊറ്റ ദിവസത്തെ ക്യാൻഡിലാണ്. ഫെബ്രുവരി 25 വെനസ്ഡേയിലത്തെ ക്യാൻഡിലാണ് ക്യാൻഡിൽ. അപ്പോൾ നാം എപ്പോഴും 1 അവർ ഞാൻ മണിക്കൂറിൽ പ്രോഫിറ്റ് എന്നല്ല പറഞ്ഞാൽ ഇത്ര ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. അത് ട്രേഡിങ്ങിൽ ഫോറക്സിൽ നമ്മൾ ചെറിയ ടൈം ഫ്രെയിം ആവും തോറും വെച്ചാൽ 1 ഡേന്ന് ക്യാൻഡിൽസ് നമ്മൾ ടൈം ഫ്രെയിം 1 അവർ 30 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 50 മിനിറ്റ്സ് 1 മിനിറ്റ് ടൈം ഫ്രെയിംസ് കുറയും തോറും ക്യാൻഡിൽസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അല്ലേ? ക്ലിയർ അല്ലേ? ടൈം ഫ്രെയിം ഇപ്പോൾ നമ്മൾ 1 അവറിന്റെ ക്യാൻഡിൽ ഒറ്റ ക്യാൻഡിൽ ഉണ്ടാവും 1 അവർ ആകുമ്പോൾ. അത് നേരെ 1 മിനിറ്റ് ആക്കുമ്പോൾ എത്ര ക്യാൻഡിൽസ് വരും? 60 ക്യാൻഡിൽസ് ഉണ്ടാവും അല്ലേ? അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ 10 എണ്ണമുള്ള ക്വസ്റ്റ്യൻസ് 10 എണ്ണമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ എളുപ്പം അതോ 100 എണ്ണുള്ള ആൻസർ ചെയ്യാൻ എളുപ്പം? ഏതാ എളുപ്പം? പഠിച്ചവരുടെ കാര്യം ചോദിച്ച് ഞാൻ ഒരു നോർമൽ ആൾക്കാരുടെ കാര്യം ചോദിക്കുന്നത്. 10 എണ്ണല്ലേ അല്ലേ? അതുപോലെ തന്നെ വരെ ഇതിൽ എനിക്കിപ്പോൾ ഉണ്ടോ എനിക്ക് ഇതിൽ ആകെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ക്യാൻഡിൽസ് ആകെ വരുന്നത് 23 ബാറേ ഉള്ളൂ. 23 ക്യാൻഡിൽസ് ഉള്ളൂ എനിക്ക്. 23 ക്യാൻഡിൽ. ഇതേ സെയിം സാധനം ഞാനിത് 50 മിനിറ്റ്സിൽ 5 മിനിറ്റ്സ് ഇട്ടുമായിരിക്കും. ഒരുപാട് ബാക്കിലോട്ടാണത്. 30 മിനിറ്റ്സ് ആക്കാം. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് റീജോയിൻ ചെയ്തോളാം. ജിനുവാണ്. ഓക്കെ യെസ്, ഇത് 30 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം ആണ് അല്ലേ? ഇതിൽ നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓൾമോസ്റ്റ് താഴെ ക്യാൻഡിൽസിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് 1190 ക്യാൻഡിൽസ് ഉണ്ട്. 1190 ക്യാൻഡിൽസ് ഉണ്ട്. ഇതിൽ സോർട്ട് ഔട്ട് ഇതിൽ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഗിനർ എന്ന രീതിക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. അതിൽ കറക്റ്റ് വ്യൂ കിട്ടില്ല നമുക്ക് അതിന്റെ. ഓക്കെ അല്ലേ? ഡേ ഫ്രെയിം ആകുമ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിതിപ്പോൾ അത് URUSD ഒക്കെ നെക്സ്റ്റ് ഡേ ട്രേഡ് ഇവിടെ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് ട്രേഡ്സ് എടുക്കാന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് നടന്നതൊക്കെ. അല്ല അന്ന് പറഞ്ഞ ഡേ ഫ്രെയിമിലും വെയിറ്റ് ചെയ്യണം വിഷയം പറഞ്ഞ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് അതിന്റെ അത് ചാർട്ടായിട്ട് ഒന്നും കൂടി ഫ്രണ്ട്ലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ 1 അവറിലും ഹയർ ടൈം ഫ്രെയിമിൽ വിന്നിങ് റേറ്റ് എന്ന് പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ചെറിയ ടൈം ഫ്രെയിം മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക, ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡേ ഫ്രെയിം അല്ലെങ്കിൽ 1 അവർ 4 അവേഴ്സിലൊക്കെ മാർക്കറ്റ് പതുക്കെ മൂവ് ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ബേസിൽ മാർക്കറ്റും പതുക്കെ മൂവ് ചെയ്യുള്ളൂ മാർക്കറ്റ്. അതുകൊണ്ടാണ് എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിലാണ് ഭയങ്കര വിന്നിങ് റേറ്റ് എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ChatGPT അല്ലെങ്കിൽ വിക്കിപീഡിയ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് വൈഡ് ഒരു സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അവരും പറയുന്നത് ഹയർ ടൈം ഫ്രെയിം ആണ് എപ്പോഴും വിന്നിങ് റേറ്റ് ഉള്ളത് പറയാൻ കാരണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ ഇത്? ഓക്കെ. അതുപോലെ ഇന്ന് ജസ്റ്റ് ക്യാൻഡിൽസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പോകുന്നത്. അപ്പോൾ ഇത് URUSD ഒരു ക്യാൻഡിലാണ് അല്ലേ? URUSD ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഈ ക്യാൻഡിൽ പറയുമ്പോൾ
ഈ റെഡ് ക്യാൻഡിൽ ഇത് ഇന്നലത്തെ ക്യാൻഡിലാണ് അല്ലേ? ഫെബ്രുവരി 26 ക്യാൻഡിൽ, വ്യാഴാഴ്ചത്തെ ക്യാൻഡിലാണ് ഈ ഞാൻ മൗസ് വെച്ച ക്യാൻഡിൽ. ആ ക്യാൻഡിൽ അന്നത്തെ ദിവസം എപ്പോഴാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക? നമ്മുടെ മാർക്കറ്റ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക ഫോറക്സ്? പുലർച്ചെ 4:30. ചില സമയത്ത് 3:30 ആവും. അത് അല്ല, സീസൺ വൈസിലാണ്. ഏതെങ്കിലും സീസണിൽ മാറും. അവിടെ വിന്റർ സമ്മർ സീസണിലൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്, മാറാറുണ്ട്. ഇപ്പൊ 3:30 എന്നുള്ള 4:30 ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ 3:30 ഓപ്പൺ ചെയ്യും. ഇന്ത്യൻ ടൈം. ഓക്കെ. അപ്പൊ ആ 4:30 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ക്ലോസ് ചെയ്യപ്പോഴാണ്? ക്ലോസ് ചെയ്യുക നൈറ്റ് 2:30 AM ക്ലോസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ ഈ ഇപ്പൊ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ഒരുപാട് സെക്ഷൻ വൈസിൽ തരം തിരിച്ചിട്ടുണ്ട്. ഒരു ഫോറക്സ് ഒരു വേൾഡ് വൈഡ് മാർക്കറ്റാണ് അല്ലേ? അപ്പൊ ഇതിന് ഓരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? 4 സെഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 സെഷൻസ് ഉണ്ട്. ആ 3 സെഷൻസ് ഏതൊക്കെയായിരുന്നു? USD, GBP, ബ്രിട്ടൻ. അല്ല, അത് മേജർ കറൻസീസ് ആണ്. അത് 7 കറൻസീസ് ഞാൻ പറഞ്ഞേ. ടൈം ഈ 4 കൺട്രിയുടെ എന്ത് ടൈം അല്ലേ പറഞ്ഞത്? യെസ്, അതെ അതെ അതെ. ഓസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ. അങ്ങനല്ല സാർ പറയുന്നത് ഗ്രേറ്റ്, അത് GBP, അത് കറൻസി പേഴ്സാ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഫോറക്സ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം 4 ഡിപ്പാർട്ട്മെന്റായി തരം തിരിച്ചിട്ടുണ്ട് അവർ. ഫോറക്സ് ട്രേഡിന് മൊത്തം 4 ഡിപ്പാർട്ട്മെന്റായി തരം തിരിച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂറിലെ മാർക്കറ്റും ഓരോ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലായിരിക്കും. ഫോറക്സ് മാർക്കറ്റ് പറയുമ്പോൾ വേൾഡ്, ഇപ്പോൾ UK പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, എല്ലാ കൺട്രിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ ഇന്ന രാജ്യത്തിന്റെ അണ്ടറിലായിരിക്കും, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിന്റെ എക്സ്ചേഞ്ചിന്റെ അണ്ടറിലായിരിക്കും ആ ഫോറക്സ് ട്രേഡിങ് നടക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആ രാജ്യക്കാർ ഏറ്റവും ട്രേഡ് ചെയ്യുന്ന സമയം ആ സമയത്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യാൻ എൻ്റർ ആവുന്ന സമയം പറയുമ്പോൾ ആ സമയമായിരിക്കും. അത് ജസ്റ്റ് കാണിച്ചുതരാം. ഞാൻ ജസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതില്ല, കേൾക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഹൈ ആണ്. ഞാൻ PDF തുറന്ന് കാണിച്ചു തരാം, അതല്ല നല്ലതൊന്നും കൂടി. പിന്നെ PPT കാണുന്നുണ്ടോ? ഇല്ല ഒന്നുമില്ല. ഇപ്പോഴോ? ഇതാണ് ആ 4 ഡിപ്പാർട്ട്മെന്റ്സ്, 4 സെഷൻസ്. ഏഷ്യൻ, യൂറോപ്യൻ, അമേരിക്കൻ. ഇപ്പം ഇതിൽ തന്നെ നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയം പുലർച്ചെ 4:30 അല്ലേ? ഇതിലേക്ക് പുലർച്ചെ ആകുമ്പോൾ സിഡ്നി, ടോക്കിയോ സെഷൻസ് എൻ്റർ ആവും. സിഡ്നി, ടോക്കിയോ സെഷൻസ് എൻ്റർ, ഈ 2 സെക്ഷൻസും അപ്പോഴാണ് എൻ്റർ ആവുക ഇതിൽ ഫോറക്സ് മാർക്കറ്റിലോട്ട്. ഈ സമയത്ത് മാർക്കറ്റിൽ മൊമെന്റം കുറവായിരിക്കും. നമുക്ക് USD പേഴ്സ് അല്ലെങ്കിൽ വലിയ മൊമെന്റം മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കുറവാണ്. ഭൂരിപക്ഷം നമ്മളൊരു 100 ഡേയ്സ് എടുക്കുമ്പോൾ ഏവറേജ് നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ 70 ദിവസം ചിലപ്പോൾ ഒരു നോർമൽ ഒരു പതുക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നല്ല രീതിക്ക് അപ്പ് സൈഡോ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഡൗൺ സൈഡോ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ 5:30 ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിൽ ആൾക്കാർ ഏറ്റവും ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഴ്സ് പറയുമ്പോൾ NSD, AUD, JPY ഇത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പേഴ്സാണ് ആൾക്കാർ ട്രേഡ് ചെയ്യുക. GBP JPY, NSD JPY, യൂറോ JPY, അതുപോലെ NSD CAD, ഇങ്ങനത്തെ പേഴ്സാണ്. ഈ 3 കറൻസീസ് ഉൾപ്പെടുന്ന പേഴ്സ് ആയിരിക്കും ആൾക്കാർ കൂടുതൽ ട്രേഡ് ചെയ്യുക. ഈ സെക്ഷൻസിൽ രാവിലെ 5:30 ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിൽ ഈ പേഴ്സാണ് മൂവ്മെന്റ്സ് ഉണ്ടാവുക അധികം. ക്ലിയർ അല്ലേ? NSD പറയുമ്പോൾ ന്യൂസിലാൻഡ്, AUD പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഡോളർ, JPY പറയുമ്പോൾ ജപ്പാന്റെ കറൻസി. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഒന്ന് സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ സിഡ്നിയും ടോക്കിയോയും ഒരേ സമയത്താണ് ഇവർ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഒറ്റ പേരായിട്ട് വിളിക്കുന്നത് ഏഷ്യൻ സെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ
ഏഷ്യൻ സെക്ഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ സിഡ്നി 12:30 PM ക്ലോസ്ഡ് ആവും, 2:30 ടോക്കിയോയും ക്ലോസ്ഡ് ആവും. ഓക്കെ. അതുപോലെ തന്നെ സിഡ്നി ക്ലോസ്ഡ് ആവുമ്പോൾ അവിടെ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. 12:30 PM ഏഷ്യൻ ക്ലോസ് ചെയ്യും. അതുപോലെ 12:30 PM ലണ്ടൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ഇവിടെ മുതലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ഈ ലണ്ടൻ സെക്ഷനിലാണ്. ലണ്ടൻ സെക്ഷൻ, ന്യൂയോർക്ക് സെക്ഷനിലും. എന്നാൽ കിൽ സോൺസ് വെച്ചാൽ ഒരുപാട് ഭയങ്കര ഫാസ്റ്റസ്റ്റ് മൂവ്മെന്റ്സ് നടക്കുന്നത് ലണ്ടനിലും ന്യൂയോർക്കിലുമാണ്. ലാസ്റ്റ് 2 സെക്ഷൻസിൽ. അപ്പോൾ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആവുന്നത് ഉച്ചയ്ക്ക് 12:30 PM ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ ടൈം ആട്ടോ, ഇതൊക്കെ ഇന്ത്യൻ ടൈമാണ്. ഇന്ത്യൻ ടൈമാണ്. ഓക്കെ. 12:30 PM ഇത് എൻ്റർ ആവുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ കൺട്രി ടൈം കൊടുത്താൽ മതി. നിങ്ങൾ പലരും പല കൺട്രി അല്ലേ ഉള്ളത്. അത് ചെയ്യുന്ന നല്ല അറിയാം. എപ്പോഴും നമുക്കൊരു ഒരു ഇൻഫർമേഷൻ ഒരു കേൾക്കണതും അതുപോലെ വിഷ്വൽ ഇമേജും രണ്ട് എഫക്റ്റാണ് അല്ലേ? ഏകദേശം ഞങ്ങൾക്ക് രണ്ടും ഒരേ സമയത്ത് യുകെയും അതുപോലെ തന്നെ അയർലൻഡും ആണ് ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ. അതിനെ കുറിച്ച് വലിയ നോളജ് എനിക്കില്ല കൺട്രികളുടെ കുറിച്ചിട്ട്. 7 മണി 7 PM സ്റ്റാർട്ട് ആവുന്നത് ലണ്ടൻ സെക്ഷൻ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലണ്ടൻ സെക്ഷൻ 12:30 ഓപ്പൺ ചെയ്യുന്നു, ഇന്ത്യൻ മാർക്കറ്റ് 12:30 ഓപ്പൺ ചെയ്യുന്നു, അത് 8:30 PM ക്ലോസ്ഡ് ആവുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മൊമെന്റം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് ട്രേഡ് ചെയ്യുന്നത് ഈ സെക്ഷൻസിൽ പറയാൻ കാരണം ഇത്രയും വലിയ മാർക്കറ്റാണ് ലണ്ടൻ മാർക്കറ്റ് അല്ലേ? ഇതിലേക്കാണ് ഇന്ത്യൻ ടൈം ഈവനിങ് സമയത്ത് 5:30 PM ന്യൂയോർക്ക് മാർക്കറ്റും എൻ്റർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 10 ദിവസം 10 ദിവസം കണ്ടിന്യൂസും ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മേജർ പേയേഴ്സായ എല്ലാ പേയേഴ്സും അതുപോലെ തന്നെ ഗോൾഡ്, ബിറ്റ് കോയിൻ ഇതിൽ ഹെവി മൊമെന്റ്സും കാണാൻ പറ്റും. ഹെവി അപ്സൈഡ് വോളറ്റൈലിറ്റി, ഹെവി അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് മൊമെന്റും കാണാൻ പറ്റും അതിൽ. കാരണം USD റിലേറ്റഡ് ന്യൂസും എല്ലാ കാര്യങ്ങളും എൻ്റർ ആവുന്ന സമയം അല്ലെങ്കിൽ ഓപ്പൺ റിലീസ് ആവുന്ന സമയം ആ സമയത്തായിരിക്കും 5:30 ആയിരിക്കും. അത് എന്തോ ബ്ലാങ്ക് ഉണ്ടെന്നോ ആർക്കെങ്കിലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ. ആർക്കെങ്കിലും ഡൗട്ട് ഒരു സ്പെസിഫിക് ചെയ്ത് സംശയം പറഞ്ഞ ഡൗട്ട് ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ആക്കാറുന്നു. ഇല്ല, 12:30 നമ്മളെ ലണ്ടൻ ടൈം ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവും. അത് 8:30 ക്ലോസ് ആവുന്നല്ലേ? അതെ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് 5:30 ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും. ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അത് ക്ലോസ്ഡ് ആവുക ഫോറക്സ് മാർക്കറ്റ് ക്ലോസ് ആവുന്ന അതേ സമയത്താണ് 2:30 AM അതും ക്ലോസ്ഡ് ആവുക. ഓക്കെ. ജസ്റ്റ് മിനിറ്റ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് നമുക്കിതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സമയം എന്ന് പറഞ്ഞാൽ 12:30 മുതൽ 2:30 വരെ അല്ലേ? അതെ, ഇന്ത്യൻ സമയട്ടോ. അതായത് അതന്നെ യൂറോപ്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തല്ലേ, ഒരുമിച്ചുണ്ടാവുന്ന സമയത്തല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതിലും ഇപ്പൊ ഇന്ത്യൻ സമയം 2:30 AM വരെ ട്രേഡ് ചെയ്യാറില്ല. ഒരു 9 o'clock 10 o'clock ആകുമ്പോൾ ട്രേഡ് നിർത്തും. അത് ട്രേഡ് നിർത്തുന്നല്ല, ഓൾമോസ്റ്റ് അതിന്റെ മൊമെന്റ്സ് കുറഞ്ഞു തുടങ്ങുന്നുണ്ടാവും. കാരണം ഓവർനൈറ്റ് അതിന് ട്രേഡ് ചെയ്യാൻ നിൽക്കാറില്ല. ഇപ്പം ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യൻസിൽ ട്രേഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിന് ഒരു വിഭാഗം ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ മാർക്കറ്റിന്റെ മൊമെന്റും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചില സമയങ്ങളിലൊക്കെ രാത്രി 11:30 12 വലിയൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ ചില സമയത്തൊക്കെ. കാരണം ന്യൂയോർക്ക് മാർക്കറ്റിലെ വലിയ മാർക്കറ്റാണ്, അതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഹൈ ആണ്. പക്ഷെ നമ്മളാരും ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ക്ലാസ് കഴിഞ്ഞ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്താൽ പോലും ഫുൾ ടൈം ആരും ട്രേഡ് ചെയ്യാൻ നിൽക്കില്ല. അത് ട്രേഡിങ്ങിന്റെ ബ്യൂട്ടി പറഞ്ഞാൽ എന്താ, ചെറിയ സമയം കൊണ്ട് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ട്രേഡ് അവസാനിപ്പിക്കുക അവിടെ. അതായത് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5:30 മുതൽ 9 വരെ. യെസ്, അതെ. അത് പീക്ക് സമയം കാരണം എന്താ, അവിടെ ലണ്ടൻ മാർക്കറ്റും ഉണ്ട്, ന്യൂയോർക്ക് മാർക്കറ്റും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ എല്ലാ മേജർ ന്യൂസ് റിലീസ് ആവുന്ന സമയമാണത്.
ഉച്ചയ്ക്ക് ഈ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ചെയ്യില്ലേ, ഇവന്മാർ ഇതിൻ്റെ കൂടെ തന്നെയാണ് ന്യൂസും പുറത്ത് വിടുക. അപ്പോൾ ആൾക്കാർ ട്രേഡ് എടുക്കാൻ പേടിക്കും. കാരണം എത്ര നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയവർക്ക് അപ്പോൾ ട്രേഡ് എടുക്കാൻ ഒന്ന് പാനിക്കാവും. കാരണം ന്യൂസ് വരാനുണ്ട്, ചില വലിയൊരു ഫോൾ വരാം, അങ്ങനെ പേടിച്ചിട്ട് അവർ ട്രേഡ് എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ അവർ റിസ്ക് കുറയ്ക്കും. ഒരു 5 ലോട്ടോ 10 ലോട്ടോ മേടിച്ച് ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ന്യൂസ് മുമ്പിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ ഇമ്പാക്റ്റ് നെഗറ്റീവ് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറവ് റിസ്ക് എടുക്കും അവർ. എന്നിട്ട് എന്തായാലും ട്രേഡിൽ എൻ്റർ ആവും. അഥവാ നമ്മൾ ഉദ്ദേശിച്ച പോലെ ട്രേഡ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ട്രേഡ് മിസ്സാകാൻ പാടില്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റിൽ അവർ റിസ്ക് കുറച്ചുകൊണ്ട് എൻ്റർ ആവും. പക്ഷെ ഇവർ എല്ലാ ന്യൂസും വരുന്നത് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും 12:30 അല്ലെങ്കിൽ 5:30 ശേഷമായിരിക്കും ന്യൂസ് വരിക. ആ സമയത്ത് വലിയ മാർക്കറ്റിൽ മൊമെന്റ്സ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. സിംഗിൾ ക്യാൻഡിലൊക്കെ മതി. ഇപ്പോൾ ഗോൾഡൊക്കെ അപ്സൈഡ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയടിക്ക് താഴ്ത്തി വീണിരിക്കുന്നത്. സിംഗിൾ ക്യാൻഡിലൊക്കെ ഒറ്റയടിക്ക് ഭയങ്കര വലിയ ക്രാഷ് വന്നിട്ടുണ്ടല്ലേ ഗോൾഡിലൊക്കെ. അയ്യോ അതില് ഞാൻ എവിടെ ഒരു സ്റ്റുഡൻറ്റ് ട്രേഡ് ഷെയർ ചെയ്തിരുന്നു. പിന്നെ സാധാരണ സ്റ്റുഡൻസിന് ഗോൾഡ് ട്രേഡ് ഷെയർ ചെയ്യില്ല അധികം. അപ്പോൾ അത് പുള്ളിക്കാരത്തി ആകെ 30 എത്ര ക്യാപിറ്റലുള്ളൂ. അപ്പോൾ അത് ആ മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ ഇതിൽ? ഈ ചാർട്ട് കാണുന്നില്ലല്ലേ? ഇപ്പോൾ കാണിച്ചാലേ ഇത് ഇവിടെ നിന്നാണ് ട്രേഡ് കൊടുത്തിട്ടുണ്ടാവുന്നില്ലേ, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ. ഈ ഒരു ഭാഗത്ത് നിന്ന് ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ. അത് ഇത് നോർമൽ വരവല്ലത്, സിംഗിൾ ക്യാൻഡിൽ 185 പിപ്സ് ഇറങ്ങി പോകുന്നിരിക്കും. വെച്ചാൽ ഒരു $100 $200 ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയിരിക്കും. ഉറപ്പാണ് വാഷ് ഔട്ട് ആയിരിക്കും. അത് ഇതൊരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. ഇത് പുള്ളിക്കാരത്തി ഷെയർ ചെയ്യാൻ പുള്ളിക്കാരത്തി കുറച്ച് അഗ്രസീവായി ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഇത് നല്ല മെത്തേഡ്, അത് നല്ലൊരു കോൺസെപ്റ്റാണ്. പക്ഷെ ഒരു ന്യൂസ് വരാനിരിക്കുന്നുണ്ട്. ഒരു ലണ്ടൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ ആ സമയത്ത് ന്യൂസ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അതായത് പുള്ളിക്കാരത്തിൻ്റെ ക്യാപിറ്റൽ ഒരു $50 എത്ര ക്യാപിറ്റലുള്ളൂ. അല്ലെങ്കിൽ ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പക്ഷേ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നു പറഞ്ഞു. പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എടുത്തിരുന്നെങ്കിൽ എന്തായാലും ആ ഡോളർ അക്കൗണ്ട് വാഷ് ഔട്ട് ആയിരുന്നിരിക്കും ഷുവറായിട്ടും. കണ്ടോ, ഇത് ഹ്യൂജ് സെൽ ഓഫ് ആണ് ഇരിക്കുന്നത്. അത് ഡേ ഫ്രെയിമിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞില്ല, ഒരു പുള്ളിക്കാരൻ ഒരു ഗോൾഡിൽ ട്രേഡ് ചെയ്തിട്ട് ലോസ് വരുത്തി പറഞ്ഞില്ല. വെച്ചാൽ പുള്ളി ഇവിടെ നിന്ന് കണ്ട് സെല്ലും ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കയറി ബൈ കൊടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കയറി പോകുന്ന മാർക്കറ്റ് ഉണ്ടോ? ഇത്ര നല്ല സ്ട്രെങ്ത്തിൽ ഗ്രീൻ ക്യാൻസൽ കിട്ടിയിട്ടുണ്ട്, നല്ല സ്ട്രെങ്ത്തിൽ ഗ്രീൻ ക്യാൻസൽ കിട്ടിയിട്ടുണ്ട്. ആ ഗ്രീൻ ക്യാനാണ് നെക്സ്റ്റ് ഡേ ഉണ്ടോ ഇത്രയും പതുക്കെ ഇവിടുന്ന് ഓൾമോസ്റ്റ് 7 ദിവസം കൊണ്ട് കയറിയ മാർക്കറ്റാണ് വെറും 3 ദിവസം കൊണ്ട് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? ഈ 7 ബാർ കണ്ടോ, 7 ബാർ 7 ദിവസം കൊണ്ട് മാത്രം അപ്സൈഡ് കയറിയിരിക്കുന്നത് അല്ലേ? അത് വെറും 3 ദിവസം മാത്രം താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണ്ട. അതാണ് ഒരിക്കലും നമ്മൾ അപ്സൈഡ് കയറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രീൻ ക്യാനിൽ കണ്ടോ ആരും ട്രേഡ് മേടിക്കരുത് പറയാൻ കാരണം. അതിന് ക്യാൻഡിൽസിൻ്റെ കുറച്ച് തിയറി ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, എന്തായാലും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ചാർട്ടിനെ കുറിച്ചൊരു ഐഡിയ, അതുപോലെ തന്നെ പേഴ്സ്, അതുപോലെ തന്നെ ഇത് ബ്രോക്കറല്ല. ഈ പ്ലാറ്റ്ഫോം ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ ഈ ചാർട്ട് അനാലിസിസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയും. നമുക്ക് മൊത്തം 2-3 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഗോ ചാർട്ട് ഉണ്ട്. അത് എന്ന് വെച്ചാൽ നമുക്കൊരു പെയർ കിട്ടി, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കമ്പയർ ചെയ്യാം, ഒരു സ്റ്റോക്സ് കിട്ടി, ഇപ്പോൾ മാരുതിയുടെ സ്റ്റോക്ക് കിട്ടി അല്ലേ? അപ്പോൾ ആ കമ്പനിയുടെ ഫണ്ടമെന്റൽ സൈഡ് നമുക്ക് അറിയാൻ ഒരുപാട് വഴികളുണ്ട്. എന്തെങ്കിലും ഗൂഗിളിൽ കയറിയിട്ട് ആ കമ്പനിയെ കുറിച്ച് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണ്, അതുപോലെ തന്നെ FIIs DIs ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ ആൾക്കാർ തന്നെ എത്ര പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ കമ്പനി ഓരോ കൊല്ലം എത്രയാണ് റിട്ടേൺസ്, ഓരോ കൊല്ലം കൂടുന്നവർ കമ്പനി അപ്സൈഡാണ് മൂവ് ചെയ്യുന്നത് അതോ ഡൗൺ സൈഡാണ് മൂവ് ചെയ്യുന്നത്, അതൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഫണ്ടമെന്റൽസ് ഒക്കെ നമുക്ക് ഗൂഗിൾ അല്ലെങ്കിൽ സ്ക്രീനർ ഒരുപാട് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കുറേ ന്യൂസിൻ്റെ സൈറ്റുകളുണ്ട്. പക്ഷേ ഇതിന് ടെക്നിക്കലി അറിയണമെങ്കിൽ നമുക്കൊരു ഒറ്റ വഴിയുള്ളൂ, ചാർട്ട് അനാലിസിസ്. ടെക്നിക്കൽ സൈഡ് അറിയണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, ചാർട്ട് അനാലിസിസ് അറിഞ്ഞേ പറ്റുമല്ലോ. അപ്പോൾ അതറിയാൻ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസേ ഉള്ളൂ. ഒന്ന് ഗോ ചാർട്ടിംഗ് പറയും, രണ്ടാമത്തെ ഒന്ന് investing.com എന്ന് പറയും, മൂന്നാമത്തെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയും. ട്രേഡിംഗ് വ്യൂ ക്ലിയർ അല്ലേ? ഇത് എല്ലാവർക്കും അപ്പോൾ ഇതിൽ ഏറ്റവും 90 ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ.
ട്രേഡിംഗ് ഒന്ന് നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒട്ടുമിക്ക എല്ലാ ടൂൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ചാർട്ട് അനാലിസിസ് ചെയ്യാനുള്ള എല്ലാ ടൂൾസും ഇവിടെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് പറയാൻ കാരണം. ഈ മൈ എഫ് എക്സ് ബുക്ക് നമ്മൾ സാധനമുണ്ടോ? മൈ എഫ് എക്സ് ബുക്ക് അത് ഇതാണ് നമുക്കൊരു മൈ എഫ് എക്സ് ബുക്ക് നമുക്ക് ഒരു പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ആണത്. നമ്മൾ ട്രേഡ് കണ്ടെടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പല പല ക്യാപിറ്റൽ, എനിക്ക് $500 അടിച്ചാൽ ഇപ്പൊ ഇതില് നിങ്ങൾ എത്ര പേരില്ലേ അല്ലേ, അപ്പൊ നിങ്ങൾക്ക് പലർക്കും പല ക്യാപിറ്റലായിരിക്കും അല്ലേ. ഒരാൾക്ക് $1000, ഒരാൾക്കും $500, ഒരാൾക്കും $10,000 ഉണ്ടാവും അല്ലേ. എത്രയൊക്കെ ക്യാപിറ്റൽ ആണെങ്കിലും നമ്മളെല്ലാവരും ഒരു ട്രേഡിൽ മിനിമം റിസ്ക് 1 അല്ലെങ്കിൽ 2% മാത്രം റിസ്ക് എടുക്കുള്ളൂ. അപ്പോൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം നമ്മൾ പറയാണ് എനിക്ക് ഇന്നൊരു പേരിൽ ട്രേഡ് എടുക്കണം. അപ്പോൾ ഇത്രയാണ് സ്റ്റോപ്പ് ലോസിന്റെ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പിപ്പറ്റ് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ അല്ലേ? എല്ലാവർക്കും ഓർമ്മല്ലേ? അപ്പൊ നമ്മുടെ എൻട്രി പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇത്ര പിപ്പാണ് ലോസ് വരാന്ന് പറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ആ മൈ എഫ് എക്സ് ബുക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അതിനോട് പറയും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ടൈപ്പ് എങ്ങനെയാണ്, എനിക്ക് ഇന്നൊരു പേരിൽ ട്രേഡ് എടുക്കണം, എൻ്റെ ക്യാപിറ്റൽ ഇത്രയാണ്, അപ്പോൾ എനിക്ക് ഇത്ര പോയിന്റാണ് നഷ്ടം വരിക. എത്ര പോയിന്റ് നഷ്ടം വന്നാലും എനിക്ക് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഇത്ര % റിസ്ക് എടുക്കാൻ ഞാൻ ഓക്കെ ഉള്ളൂ, വില്ലിങ് ഉള്ളൂ, അതിനുള്ളിൽ റിസ്ക് എടുക്കാൻ ഞാൻ റെഡി അല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ കാൽക്കുലേറ്റർ ഇങ്ങോട്ട് പറഞ്ഞുതരും, നിങ്ങൾക്ക് ഇത്ര കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യാം, നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യാമെന്നാ പറയും. ഓക്കെ ആണോ? അപ്പോൾ $10,000 ആൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ 100 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും. അത് 5000 ആൾക്കാർക്ക് 50 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും. 500 ആഴ്ച വീണ്ടും ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമുക്ക് സെൽഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അത്. അപ്പൊ അതിന് നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ട്. ആ കാൽക്കുലേറ്റർ വഴിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അത് ജസ്റ്റ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് നമുക്കത് എത്തിയിട്ടില്ല, ജസ്റ്റ് ഞാൻ ജസ്റ്റ് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. SL സ്റ്റോപ്പ് ലോസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ലോസിന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രേഡിംഗ് പറഞ്ഞ കച്ചവടമാണെന്ന് പറഞ്ഞു അല്ലേ? ട്രേഡിംഗ് പറഞ്ഞ കച്ചവടമാണല്ലോ. ഇപ്പം എത്ര നല്ല കച്ചവടമാണെങ്കിലും ഒരു ലോസിങ് പ്രോബിലിറ്റി ഉണ്ട് അതിൽ അല്ലേ? ഇപ്പം ഏത് ബിസിനസ് ആവട്ടെ അതിന് നഷ്ടം വരാനുള്ള പ്രോബിലിറ്റി അതിനുണ്ട് അല്ലേ? അപ്പം അതിൽ എത്ര നഷ്ടം വന്നാലും നമ്മുടെ ക്യാപിറ്റലിൽ ഇത്ര % റിസ്ക് ലോസ് വരാൻ പാടുള്ളൂ. നമുക്കൊരു 10 lakh ഉണ്ടെങ്കിൽ ഒരു ട്രേഡിൽ ഒരൊറ്റ കച്ചവടത്തിൽ നമ്മൾ 5% 10% റിസ്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 2% റിസ്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഒരു കാര്യം പറയാം, നമ്മുടെ പറഞ്ഞതാണ് ഒരു എക്സാമ്പിൾ വെച്ചാൽ പറയുന്നത്. എന്തായാലും ഒരാൾ അതെ അത്ര ഉണ്ടാവുള്ളൂ. അല്ല പ്രോഫിറ്റ് അങ്ങനല്ല, അത് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ചാർട്ട് അനാലിസിന്റെ ഒരു ഡെപ്ത് അനുസരിച്ചിരിക്കും. വേണമെങ്കിൽ 2:2 വയ്ക്കാം, എന്നുവെച്ചാൽ 2% റിസ്കിന് 2% പ്രോഫിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 2% റിസ്കിന് നമുക്ക് 4% പ്രോഫിറ്റ് വയ്ക്കാം, 6% പ്രോഫിറ്റ് വയ്ക്കാം. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഒരു സൈക്കിൾ പോലെ മൂവ് ചെയ്യാം. ചാർട്ട് എപ്പോഴും അല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റ് ആവട്ടെ തിരമാല വേവ്സ് ഇല്ലേ അതുപോലെ മൂവ് ചെയ്യാം, അപ്സ് ആൻഡ് ഡൗൺസ് ആണ് മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് റിവാർഡും ഇഷ്ടം പോലെ റിവാർഡ് ഇപ്പോൾ 2:4, 6, 10 ഒക്കെ എടുക്കുന്ന ട്രേഡ്സ് ഉണ്ട്, നല്ല ട്രേഡ്സ് കിട്ടും അതൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോഴും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എപ്പോഴും 1:2 മാത്രം ഫോക്കസ് ചെയ്യുക. നഷ്ടം വരുമ്പോൾ 1%, പ്രോഫിറ്റ് വരുമ്പോൾ 2% മാത്രം നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 10 ട്രേഡ്സിൽ നിന്ന് 6 ലോസ് ആയാലും ബാക്കി 4 മിൻ ചെയ്താൽ മതി. ബാക്കി 4 മിൻ ചെയ്താലും നമ്മൾ സ്റ്റിൽ 2% പ്രോഫിറ്റിലായിരിക്കും. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ അല്ലേ? ജസ്റ്റ് എല്ലാവരും ക്യാം ഓണാക്കാൻ പറ്റി ഓണാക്കിയിട്ട് പറഞ്ഞോ. എന്തെങ്കിലും ഡൗട്ട്സ് ഇത്ര നേരമുള്ളതിൽ ഡൗട്ട്സ് ജസ്റ്റ് ചോദിക്കാം. എന്താ എല്ലാവരും എന്താ അവസ്ഥയ്ക്ക് അറിയത്തില്ല, ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നു നിങ്ങൾക്കും. ജിനിമൻ ബ്രോ എന്താണ്? ഓക്കെ ഡ്രൈവ് ചെയ്യാണല്ലേ? ഓക്കെ സോറി കേട്ടോ. അല്ല മനസ്സിലാക്കണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കണ്ട്, ഞങ്ങൾ വെറുതെ ചോദിക്കണ്ടല്ലോ, ആവശ്യമുള്ള ചോദിച്ചാൽ മതില്ലോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇതിപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് നോളജ് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരും പർപ്പസ് ഞാൻ എപ്പോഴും പറയുന്നു, നമുക്ക് ട്രേഡ് എടുക്കണം അല്ലേ, അതിന് ഇതൊന്നും അറിയണ്ട. അത് അറിയണം, പക്ഷേ തിയറി പാർട്സ് ഇത്ര കാര്യം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കോഴ്സ് പഠിപ്പിക്കുമ്പോൾ സ്ട്രക്ചറായിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ചാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എവരി ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഏത് ചാർട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് ഇതെങ്ങനെ വരയ്ക്കുക, ഇതെങ്ങനെ ഡ്രോ ചെയ്യുക അല്ലേ? സപ്പോർട്ട് റെസിസ്റ്റൻസ് കേട്ടിട്ടുണ്ടോ? സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്യാൻഡിൽസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ അതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാൻഡിൽ അല്ലേ, ക്യാൻഡിൽസ് ഒരുപാട് ടൈപ്സ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ റെഡും ഗ്രീനും മാത്രമേ ചാർട്ടിൽ ലാപ്പിൽ കാണുന്നുള്ളൂ അല്ലേ?
അല്ലെ? ആ ഓരോ റെഡിനും ഓരോ സ്റ്റോറി പറയാനുള്ളത്, അതുപോലെ തന്നെ ഓരോ ഗ്രീനിനും ഓരോ സ്റ്റോറി പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ചാർട്ട് ജീവൻ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്തൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കഥ നമ്മൾ വായിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഈസിയായി ട്രേഡ് ചെയ്യാൻ പറ്റും. വായിച്ചിട്ട് കുറച്ച് ടാസ്ക് ആണ്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാം. ഓക്കെ, സീത മാം എന്താണ് അവസ്ഥ ഇതുവരെ ഉള്ളത്? ഓക്കെ അല്ലേ മാം? ഫസ്റ്റ് ഡേ ക്ലാസ് കേട്ടിട്ടില്ല, അപ്പൊ അതിന് ചെറിയ നെഗറ്റീവ് ഉണ്ടാവും. ഇബ്രാഹിം, ഞാനൊന്ന് മനസ്സിലായതൊന്ന് പറഞ്ഞോട്ടെ, തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തി തരണം. ഒരു സമ്മറി. അപ്പോ ട്രേഡിംഗ് 2 കറൻസി തമ്മിൽ നമ്മൾ ബൈങ് ആൻഡ് സെല്ലിങ്, അതിൻ്റെ അകത്ത് മേജർ കറൻസീസും ക്രോസ് പേയേഴ്സും എക്സോട്ടിക് പേയേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ മേജർ കറൻസീസിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ചെയ്യേണ്ടതെന്നും ക്രോസ് പേയേഴ്സിലും ചെയ്യാൻ പറ്റില്ല, ലെസ് പോപ്പുലർ ആണെന്നും എക്സോട്ടിക് പേയേഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നും ഇബ്രാഹിം പറഞ്ഞു. ഇതൊരു ഞാൻ അതിൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഈ മേജർ കറൻസീസിൽ ഫസ്റ്റ് നമ്മൾ ബേസ് കറൻസിയും കോർ കറൻസിയും പറഞ്ഞല്ലോ. മേജർ പേയേഴ്സിൽ ഈ USD ആണ് എപ്പോഴും കോർ കറൻസി ആയിട്ട്. കാരണം എല്ലാ മേജർ കറൻസീസിലും നമ്മൾ USD ഡോളേഴ്സും വേറൊരു കറൻസി ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ കോർ കറൻസി എപ്പോഴും USD തന്നെ ആയിരിക്കുമോ? അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷേ മേജർ പേയേഴ്സിൽ USD ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ കോർ കറൻസി ആവണമെന്നില്ല. സോ ഈ നമ്മൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഈ 2 കറൻസീസും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരെണ്ണം മേടിക്കും ഒരെണ്ണം സെല്ല് ചെയ്യുകയും ചെയ്യണം. അതെ, അത് അതിന്റെ പ്രോസസ് അങ്ങനെ. നമ്മൾ ബൈ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അങ്ങനെ നടക്കും. അത് ട്രേഡിംഗ് മൊത്തം ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ഇപ്പോൾ ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? അത് ഓട്ടോമാറ്റിക് നടക്കുന്നത്. നമ്മളൊരു ബൈ കൊടുക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ ബ്രോക്കേഴ്സ് എല്ലാം ചെയ്യും അത്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നത് എപ്പോഴും ബ്രോക്കേഴ്സ് മുഖേനയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് പണ്ട് കാലത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് എങ്ങനെയാണ് ട്രേഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ? ഓരോ ബ്രോക്കറും ഓരോ വ്യക്തികളായിരുന്നു അല്ലേ? അല്ലേ? അന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എക്സ്ചേഞ്ച് പോയിട്ട് നമുക്ക് ഒരു ലെറ്റർ ഫോം ഫില്ല് ചെയ്താൽ നമുക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ബ്രോക്കർമാർ ലിസ്റ്റിലുണ്ട് അല്ലേ? ബ്രോക്കർ ത്രൂ മാത്രമാണ് നമുക്കൊരു സ്റ്റോക്സ് ബൈയിങ് സെല്ലിങ് നടക്കുള്ളൂ. ഫോറക്സിലും അതേ കോൺസെപ്റ്റ് ആണ്, നമുക്ക് ബ്രോക്കേഴ്സ് ഇല്ലാതെ ബൈയിങ് സെല്ലും ഇല്ല. അപ്പൊ ഈ ബ്രോക്കേഴ്സിനെ പുറത്തുള്ള ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കാം? പുറത്തുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. നമുക്ക് അവിടെ നല്ല ഒരുപാട് നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ബ്രോക്കേഴ്സ് അതൊക്കെ നല്ലത് പറഞ്ഞുതരാം. നമുക്ക് ട്രേഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ പറഞ്ഞാൽ പോരെ? അത് നിങ്ങൾ XNS പറഞ്ഞ ഒരു ബ്രോക്കർ കേട്ടിട്ടുണ്ടോ? XNS ഞാൻ ചുമ്മാ നോക്കി തുടങ്ങിയുള്ളൂ. ഓക്കെ, വേറെ കേട്ടില്ലേ? XNS പറയുമ്പോൾ ഏറ്റവും ഭയങ്കര വേൾഡ് ഫേമസ് ആയ ഒരു ബ്രോക്കറാണ്. ഓൾമോസ്റ്റ് UAE-ലാവട്ടെ ഏത് കൺട്രിയിലും അത് ഒന്നും കൂടി നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ട് ആഡിങ് ആവട്ടെ, അതുപോലെ തന്നെ വിഡ്രോൾസ്, ട്രേഡ് എക്സിക്യൂഷൻസ്, എക്സിറ്റ് എല്ലാം പക്കയായിട്ട് നടക്കുന്നുണ്ട് അതിൽ. ഞാനും പേഴ്സണലി അത് യൂസ് ചെയ്യുന്നത്. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, XNS ഉണ്ട്, അൽപ്പാരി ഉണ്ട്. അപ്പോൾ അൽപ്പാരി ചില സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കാറുണ്ട്, എന്നാലും കുഴപ്പമില്ല. കൊച്ചി ബേസ്ഡ് അതുപോലെ തന്നെ ഗൾഫ് ബേസ്ഡൊക്കെ ഒരുപാട് കുറച്ച് ബ്രോക്കേഴ്സ് ഉണ്ട്. അത്ര നോക്കാതിരിക്കും നല്ലത്. അതൊക്കെ ഒന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയ നോക്കാം. അപ്പോൾ നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാപ്പ് മേടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാറില്ലേ, നമുക്ക് വേണ്ട കാര്യങ്ങൾ. അതുപോലെ ഒരു ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ. പിന്നെ ക്യാൻഡിൽസ് ചാർട്ട്സ് ഒക്കെ ഒന്നുകൂടി നോക്കണം, ശരിക്കും മനസ്സിലായില്ല. ക്യാൻഡിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് വേറെ PPT വെച്ച് നമുക്ക് ഒരു സ്ട്രക്ചർഡ് ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതലാണ് ചാർട്ടിന്റെ സംബന്ധമാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം പറയുന്നുണ്ട് ഇതിൽ, നമുക്ക് ഇതിൽ തന്നെ PPT എല്ലാം കാണുന്നുണ്ടോ? PPT ഓക്കെ. ഈ PPT എല്ലാം കാണുന്നില്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ PPT ഓക്കെ. ജസ്റ്റ് ഇതിലൊരു കാര്യം പറയാണ്ട്, നമുക്ക് ഈ ഡോളർ ടു ഡോളർ പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനുള്ള ഓപ്ഷൻ ഇല്ല. വെറും ഡോളർ മാത്രം മേടിക്കാൻ പറ്റും. DXY എന്ന് പറയാം ചാർട്ടിന്. ഡോളർ മാത്രം മേടിക്കാം. ഡോളർ മാത്രമായിട്ട് കേറുമ്പം കൊടുക്കുന്ന രീതിയിലേ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇത് കണ്ടോ, ഇത്രയാണ് നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ പറയേണ്ടത്. നമ്മളൊരു ലോട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഇത് പറയാം, നമ്മൾ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയാം ഒരു 20. ഓക്കെ, നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ 5 പേരിലായിരിക്കും, 5 പേർക്കും പല ക്യാപിറ്റലായിരിക്കും അല്ലേ, 5 പേർക്കും പല ക്യാപിറ്റലായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഫുള്ളായിട്ട് മനസ്സിലാകാൻ ചാൻസ് കുറവാണ്. ഒരു 40% മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 1 വീക്കിന് ശേഷം ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, ഫോറക്സിൽ ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സെയിം ടൈം ഈ 3 ഈ 4 മേടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലത്തെ ഈ 4 ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഇത് പറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, $10,000 ആൾക്കും അതുപോലെ $500 ആൾക്കും ആ MyFX ബുക്ക് പറഞ്ഞ സൈറ്റ് കാൽക്കുലേറ്റർ കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് എത്ര ലോട്ട് മേടിക്കാം, എത്ര ക്വാണ്ടിറ്റി മേടിക്കാമെന്ന് കാണിച്ചു കൊടുക്കും. നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ചോദിച്ച ആരായിരുന്നു? ഓക്കെ, അപ്പൊ അങ്ങനെ അവർ പറഞ്ഞുതരും. അപ്പൊ അതില് ജസ്റ്റ് $10,000 ആൾക്ക് വെച്ചാൽ സ്റ്റാൻഡേർഡ് ലോട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ലോട്ട് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ USD ആവട്ടെ, GBP USD ആവട്ടെ, ഏത് കറൻസി ആവട്ടെ, അതിൻ്റെ ഒരു 1 lakh ഷെയർസ് ആണ് മേടിക്കുന്നത്. ഒരു യൂണിറ്റ് 1 lakh യൂണിറ്റാണ് നമ്മൾ മേടിക്കുന്നതിൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് ലോട്ട് പറയുമ്പോൾ 1 lakh യൂണിറ്റാണ് മേടിക്കുന്നത്. അത് മിനി ലോട്ട് ആകുമ്പോൾ, സ്റ്റാൻഡേർഡ് ലോട്ട് പറയുമ്പോൾ താഴെ കണ്ടോ 1 ലോട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ ബ്രോക്കറിൽ 1 ലോട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ എക്സാമ്പിൾസ് ഉണ്ടോ? എക്സാമ്പിൾസ് ഇല്ല ഇതിൽ. ഓക്കെ, അതിൽ 1 ലോട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഒന്നിന് കുറവുള്ള ആൾക്കാർക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ക്യാപിറ്റൽ കുറവുള്ള ആൾക്കാർക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്നത് മിനി ലോട്ടാണ്. മിനി ലോട്ട് എന്ന് പറയും. സ്റ്റാൻഡേർഡ് തൊട്ട് താഴെയാണ് മിനി ലോട്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് 0.01. ഇവിടെ താഴെ സ്റ്റാൻഡേർഡിൽ 1 ലോട്ടായിരുന്നു, മിനി ലോട്ടിൽ 0.01 ആയത്. 0.01 ആണ്. നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അത് ചെറിയ 0.1 ഓക്കെ, 0.1 ആണ് മിനി ലോട്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് പെയറാണ്, ഏത് സെഗ്മെന്റ് ആണ് മേടിക്കുന്നത്, ട്രേഡ് ചെയ്യുന്നത്, അതിന്റെ 10,000 യൂണിറ്റ്സ് മേടിക്കുന്നു. നമ്മൾ 10,000 യൂണിറ്റ്സ് നമ്മൾ മേടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളെല്ലാവരും മോസ്റ്റ്ലി ബിഗിനർ എന്ന രീതിക്ക് എല്ലാവരും ട്രേഡ് ചെയ്യുന്നതും അത് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതും മൈക്രോ ലോട്ടിലാണ്. 0.01 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലോ റിസ്ക് ആണത്, ലോ റിവാർഡും ആണത്. പക്ഷെ നമ്മുടെ പഠിത്തം വോയിസ് ഒന്നും കൂടി പറയാമോ ജസ്റ്റ്? ഈ 0.01 അല്ലെങ്കിൽ 0.1 ലോട്ടിന്റെ ഇടണമെങ്കിൽ കേൾക്കാവോ? നമുക്ക് മിനിമം അങ്ങനെ എത്രമാത്രം നമുക്ക് ക്യാപിറ്റൽ ആയിരിക്കും വേണ്ടി വരുന്നത്? ഇപ്പൊ 0.01 നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതും കൂടി പറഞ്ഞത് തീർത്തിട്ട് പറഞ്ഞാൽ മതി സാറേ. ഹലോ, ഇതും കൂടി പറഞ്ഞിട്ട് അത് പറയാട്ടോ. അപ്പോൾ ഇതിൽ മൈക്രോ ലോട്ട് പറയുമ്പോൾ എത്രേ ഉള്ളൂ, 0.01 ആയിരിക്കും. നമ്മൾ സ്റ്റാൻഡേർഡ് ലോട്ട് ആദ്യം പറഞ്ഞു 1 ലോട്ടാണ്. മിനി ലോട്ട് എന്ന് പറയുമ്പോൾ 0.1 ആണ്. മൈക്രോ എന്ന് പറയുമ്പോൾ 0.01 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളൊരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ എപ്പോഴും 0.01 മാത്രമാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് കാരണം നാനോ ലോട്ട് അധികം ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നാനോ ലോട്ട് അധികം ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് ബിനാൻസിലൊക്കെ ക്രിപ്റ്റോയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. 0.01 ചെറിയ ലോട്ട് എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ബ്രോക്കേഴ്സിലെ എല്ലാത്തിലും ഉള്ള 3 ലോട്ടുകളാണ്. 3 ബൈയിങ് ചെയ്യുന്ന ഒരു കിറ്റുകൾ, ഒരു കിറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് മിനി, തേർഡ് മൈക്രോ ലോട്ട്. ഇങ്ങനെ 3 കാറ്റഗറി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ റിസ്ക് എന്ന് പറയുന്നത് മൈക്രോ ലോട്ട് മേടിച്ച് ചെയ്യലാണ്. ഏറ്റവും സേഫായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുന്നത് മൈക്രോ ലോട്ട് മേടിച്ച് ചെയ്യലാണ്. അതുപോലെ തന്നെ പിന്നെ ഒന്നും കൂടി ക്യാപിറ്റൽ ഉണ്ട്, കുറച്ചുകൂടി കുഴപ്പമില്ല, റിസ്ക് എടുക്കാൻ വില്ലിങ് ആണ്. മിനി ലോട്ട് നോക്കാം. മിനി ലോട്ട് പറയുമ്പോൾ 0.1 അല്ലേ. നമ്മൾ ഏത് കറൻസിയാണ് ട്രേഡ് ചെയ്യുന്നത് ആ കറൻസിയുടെ 10,000 യൂണിറ്റ്സ് നമ്മൾ മേടിച്ച് വയ്ക്കുന്നു. 10,000 യൂണിറ്റ്സ് നമ്മൾ മേടിച്ച് വയ്ക്കുന്നു മിനി ലോട്ട് മേടിക്കുന്നതിലൂടെ. സ്റ്റാൻഡേർഡ് ലോട്ട് ആകുമ്പോൾ നേരെ ഒന്നും കൂടി ജസ്റ്റ് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ ഏത് കറൻസിയാണ് മേടിക്കുന്നത് ആ കറൻസിയുടെ 1 lakh യൂണിറ്റ്സ് നമ്മൾ മേടിച്ച് വയ്ക്കുന്നു. അത്രേ വരുന്നുള്ളൂ. ഇത് 3 ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവേണ്ടത്, ഡിഫറൻസ് മനസ്സിലാവേണ്ടത് അല്ലേ. അത് ജസ്റ്റ് ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം ടൈമിൽ തന്നെ ഒരേ പ്രൈസിൽ തന്നെ ഇത് 3 ലോട്ടും മേടിച്ചിടുക. സ്റ്റാൻഡേർഡ് ലോട്ടും മേടിച്ചിടുക, മിനി ലോട്ടും മേടിച്ചിടുക, മൈക്രോ ലോട്ടും മേടിച്ചിടുക. അപ്പോൾ അതിന് ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സാറ് ചോദിച്ചു എല്ലാവർക്കും ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ടും ഈ സ്റ്റാൻഡേർഡ് ലോട്ട് മേടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ?
അതല്ലേ സാർ ചോദിച്ചത് അല്ലേ? നമുക്ക് ഫോറക്സിൽ അൺലിമിറ്റഡ് ലിവറേജ് എന്ന് കേട്ടിട്ടുണ്ടോ? അൺലിമിറ്റഡ് ലിവറേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, അതുകൊണ്ട് അൺലിമിറ്റഡ് ലിവറേജ് പറയുമ്പോൾ $10 സാറിന് വേണമെങ്കിൽ സാറിന് ആ ഡോളറിന്റെ $10 കയ്യിൽ ഇല്ലെങ്കിൽ പോലും അൺലിമിറ്റഡ് ലിവറേജാ. അൺലിമിറ്റഡ് ലിവറേജ് പറയുമ്പോൾ അതിന് വെച്ച് എത്ര രൂപയുടെ സാധനം സാറിന് ട്രേഡ് ചെയ്യാൻ പറ്റും, എത്ര എമൗണ്ടിന്റെ രൂപയുടെ സാധനം ട്രേഡ് ചെയ്യാൻ പറ്റും. അത് $100 ആവട്ടെ, നമുക്ക് വെച്ചാൽ $10,000. ഇപ്പൊ $100 ആൾക്ക് വേണമെങ്കിൽ ഗോൾഡ് ട്രേഡ് ചെയ്യാം. ഗോൾഡിന്റെ ഇപ്പോഴത്തെ വില എന്താ? ഇന്ന് 4,500 അല്ല $5,000 മേലെ നിൽക്കുന്നത് അല്ലേ? അപ്പൊ $100 ഒരാൾക്ക് വേണമെങ്കിൽ അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് $100 ബ്രോക്കർ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇത്രേ ഉള്ളൂ. നമുക്ക് അൺലിമിറ്റഡ് ലിവറേജ് ആണ്. എത്ര ഹൈ പ്രൈസ് നിൽക്കുന്ന പ്രൈസിന് വെച്ചാൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇന്ത്യൻ റുപ്പീസ് സിനിമ ഇട്ടിട്ടുണ്ടോ അല്ലേ? അതിൽ 100 കോടിയുടെ ഫ്ലാറ്റ് അവൻ കരാർ വെക്കുന്നത് വെറും 1 CR കൊടുത്തിട്ടാണ് അല്ലെ? നമ്മളിത് ഇത് ട്രേഡിംഗ് ആണ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആണ് അല്ലെ? 3 months നമുക്ക് കോൺട്രാക്ട് ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എത്ര ഡോളറിന്റെ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു വസ്തു ആവട്ടെ നമുക്ക് $100 ട്രേഡ് ചെയ്യും. 100 അല്ല $20 ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ബ്രോക്കർ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഇതിന് ഇഷ്യൂ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് പോലെ. പക്ഷെ ഇതിൽ റിസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ 0.1 എടുത്ത ആൾക്ക് സ്റ്റാൻഡേർഡിലോട്ട് മിനിലോട്ട് മൈക്രോ എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ മൈക്രോയിലോട്ട് മേടിച്ച ആൾക്ക് എപ്പോഴും നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് ബൈ കൊടുക്കും, മാർക്കറ്റ് ടോട്ടിൽ ബൈ കൊടുത്തു വരികയും സ്റ്റാർട്ടിങ് തന്നെ ലോസ് നമുക്ക് കാണിക്കുക. അതിന് സ്പ്രെഡ് എന്ന് പറയും. ജസ്റ്റ് വെറുതെ ബ്രീഫായിട്ട് വിടുന്നുള്ളൂ. അത് നമുക്ക് ട്രേഡ്സിന് സെക്ഷൻ ഒന്നുകൂടി വരുന്നുണ്ട്. സ്പ്രെഡ് എന്ന് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു സാധനം വിൽക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സാറ് അത് മേടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ 1000 രൂപ പറയുണ്ടാവും. സാറ് ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രൈസ് സാറ് 900 രൂപ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വണ്ടി വിൽക്കാണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന വില 10,000 രൂപയാണ്. സാറ് ആഗ്രഹിക്കുന്ന വില 9,000 മേടിക്കാൻ സാറ് നോക്കുന്നത് അല്ലേ? അപ്പൊ അതിൽ 1000 രൂപ ഡിഫറൻസ് വരുന്നില്ലേ അല്ലേ? ഇതുപോലെ ട്രേഡിംഗിൽ തന്നെ എല്ലാ പേഴ്സും ആസ്കും ബിഡും പറഞ്ഞ പ്രൈസ് വരുന്നുണ്ട്. ആസ്ക് ആൻഡ് ബിഡ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് നമുക്ക് കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് വ്യത്യാസം വരും. 5 പൈസ അല്ലെങ്കിൽ 10 പൈസ പിപ്സ് ഇത്ര പോയിന്റ്സ് വ്യത്യാസം വരും. അത് ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലോസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേര് സ്പ്രെഡ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് ബ്രോക്കർമാരുടെ ചാർജാണ്. അത് ഫോറക്സിൽ നോ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. പക്ഷേ ഫോറക്സിൽ ബ്രോക്കർമാരുടെ ഫീസാണ് വരുന്നത്. ബ്രോക്കറേജ് ഫീ എന്ന് പറയുന്നതിന് സ്പ്രെഡ് എന്ന് വിളിക്കുന്നതിന്. അപ്പോൾ അതിൽ ഇതെങ്ങനെ എഫക്ട് ചെയ്യാൻ ചിത്രമേ ഉള്ളൂ. ഈ മൈക്രോട്ട് എടുത്ത ആൾക്ക് ഗോൾഡിൻ്റെ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഏറ്റവും ഒന്നുകൂടി ബെറ്റർ. ഗോൾഡ് ട്രേഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു 0.20 ലോസ് വരിക. $1 അല്ല, 100 സെന്റ് ആണല്ലോ $1 അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 20 സെന്റ് ആണ് മിക്കവാറും ലോസ് വരിക സ്റ്റാർട്ടിങ് തന്നെ. പക്ഷെ മിനിലോട്ട് എടുക്കുന്ന ആൾക്ക് 0.1 എടുക്കുന്ന ആൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ചിലപ്പോൾ $10 ലോസ് വരും. ഈ സ്റ്റാൻഡിലോട്ട് എടുക്കുന്ന ആൾക്ക് സ്റ്റാർട്ടിങ് തന്നെ $100 ലോസ് വരിക. $100 ലോസ് വരും. സ്റ്റാർട്ടിങ് മാർക്കറ്റ് മൂവ് ചെയ്യണ്ട, അതിനും എത്ര ലോസ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോക്ക്, $500 വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡോട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ല. $500 വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഈ സ്റ്റാൻഡേർഡോട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പർച്ചേസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് സാധനം മേടിക്കാൻ പറ്റും. നമ്മൾ പറയില്ലേ ഒരു സാധനം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ കണ്ടിന്യൂ ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ട് പറയില്ലേ? അതുപോലെ ഇത് മേടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ട്രേഡിൽ നിന്ന് വിൻ ചെയ്ത് ഇറങ്ങി പോലും അത്ര പോസിബിൾ അല്ല. കാരണം മാർക്കറ്റ് പെട്ടെന്നൊരു ഫോൾ വന്നിരിക്കും, ഫോൾ ചെയ്ത് മേലേക്ക് കയറിയിരിക്കും. നമ്മുടെ $500 അക്കൗണ്ട് ഇറങ്ങി 450, 430, 400 അങ്ങനെ 130, 100, 70 അങ്ങനെ ഇറങ്ങി 0 ആയിരിക്കും. 0 ഒക്കെ നമ്മുടെ അക്കൗണ്ടോട് വാഷ് ഔട്ടായി. അക്കൗണ്ടിന് അവിടെ തീർന്നു, എക്സിറ്റ് ആയി. പിന്നെ തിരിച്ച് കയറിയാലും നമ്മുടെ അക്കൗണ്ട് കയറില്ല. കാരണം നമ്മുടെ ഡോളർ അവിടെ അടിച്ചു പോയി, നമ്മുടെ ക്യാപിറ്റൽ മൊത്തം അടിച്ചു പോയി. ക്യാപിറ്റൽ നമുക്കിപ്പോ അക്കൗണ്ട് മൊത്തത്തിൽ ഇത് പോവാണോ? വാഷ് ഔട്ട് ആവുന്നു. $500 വാഷ് ഔട്ട് ആയി. അല്ല നമുക്കിപ്പോ മണി ആഡ് ചെയ്യാൻ $500 ആഡ് ചെയ്തിട്ട് $400 ലോസ് വന്നിരിക്കും. അപ്പൊ ബാക്കി 100 അടുത്ത 500 വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ല അടുത്ത 1000 വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചോദിക്കും നമ്മൾ രണ്ടാമത് പിന്നെ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ വീണ്ടും ഈ €100 ലോസ് അപ്പം വരുമോ? ഇല്ലല്ല, അത് വരില്ല. ഇല്ല, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പുതിയ ട്രേഡ്സ് എടുക്കുന്നില്ല ചെയ്യുന്നത്. നമ്മൾ മുന്നേ എടുത്ത ട്രേഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫണ്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ ഒരു 29 lakhs ഒരു കാര്യം പറഞ്ഞില്ലേ, അത് പുള്ളി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താണ്. ഓരോ ഡിപ്പിന്നും പുള്ളി ആഡ് ചെയ്തിട്ട് അതിന് ബാലൻസ് ചെയ്താണ്. പക്ഷെ തെറ്റായ എൻട്രി എടുത്തിരുന്നെങ്കിൽ ആ $400 $500 ലോസ്റ്റ് ഇറങ്ങി പോരും നല്ലത്. കാരണം എന്താ അറിയോ, ഫോറക്സിൽ അൺലിമിറ്റഡ് ലിവറേജ് എന്ന് പറഞ്ഞില്ലേ, നമുക്ക് വേണമെങ്കിൽ എത്ര എമൗണ്ടിന് മേടിക്കാം. അതുപോലെ തന്നെ ഫോറക്സിൽ അൺലിമിറ്റഡ് ലോസാണ് വരിക. ഞാൻ അത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞില്ല, അപ്പോൾ ഒന്നൊരു പെട്ടെന്ന് എത്തും. ഇപ്പോൾ 1 lakh ഇപ്പം ഞാനും ഒരാളും 1 lakh ട്രേഡ് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്, എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് ഫോറക്സിലാണ് ചെയ്യുന്നത്. ഇതൊരു ക്ലിയർ അല്ലേ? രണ്ടുപേർക്ക് സെയിം എമൗണ്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഫോറക്സിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടത് 10,000 വേണ്ടു. ട്രേഡിങ് തന്നെ, ഇൻവെസ്റ്റ്മെന്റ് അല്ല, ട്രേഡിങ് തന്നെ കൂട്ടാം. ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ 10,000 വേണ്ടു. ഈ 10,000 എനിക്ക് മാക്സിമം ലോസ് വരിക. ഞാൻ അപ്സൈഡ് മൂവ് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ട്രേഡ് എടുത്തു. പക്ഷെ അപ്സൈഡ് കയറിയില്ല. ഞാൻ വെച്ചാൽ ലോസിൽ കൊടുത്ത് മാറിയില്ല. ഞാൻ ഹോൾഡ് ചെയ്തു. എത്ര ഹോൾഡ് ചെയ്താലും എനിക്ക് വരുന്ന മാക്സിമം ലോസ് പറയുമ്പോൾ 10,000 രൂപയാണ്. കാരണം എനിക്ക് ഈ ട്രേഡ് ആകെ 10,000 ആവശ്യം വന്നിട്ടുള്ളൂ. 10,000 INR കേട്ടോ. പക്ഷെ 1 lakh $1,000 ഉള്ള ഒരാൾക്ക് അതേ സമയത്ത് ഗോൾഡിൽ ബൈ എടുക്കാൻ, ഗോൾഡിൽ ഒരു ബൈ എടുത്തു. ആകെ ചിലപ്പോൾ ആവശ്യം വരുന്നത് $2 $3 ആവശ്യം വരും. $3 പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 300 രൂപ അല്ലേ? 300 അടുത്തല്ലേ വരുന്നുള്ളൂ അല്ലേ? പക്ഷെ ആ പുള്ളിക്ക് ലോസ് വരുമ്പോൾ ആ $3 മുകളിലല്ല ലോസ് വരിക. ഈ 1 lakh എന്നാണ് ലോസ് വന്നുകൊണ്ടേ ഇരിക്കുക. 3, 4, 5, 10, 100 അങ്ങനെ ആ $100 അത് 1000 വരെ പിടിച്ചുകൊണ്ടിരിക്കും. പ്രോഫിറ്റ് ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ 1000 മുകളിൽ ഇങ്ങനെ പ്രോഫിറ്റ് വന്നുകൊണ്ടേയിരിക്കും. അൺലിമിറ്റഡ് പ്രോഫിറ്റും അൺലിമിറ്റഡ് ലോസാണ് ഫോറക്സിൽ. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ 1 lakh ക്യാപിറ്റലുള്ള ഒരാൾക്ക് 10,000 രൂപ ഉപയോഗിച്ച് ട്രേഡ് എടുത്തു. ബാക്കി 90,000 രൂപ അവിടെ ഫ്രീ ആണെങ്കിൽ ആ എമൗണ്ടിനെ ബാധിക്കില്ല. ആ 10,000 മാത്രമേ വാഷ് ഔട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ ആ 10,000 മാത്രമേ ലോസ് വരുള്ളൂ. അവർക്ക് സെയിൽ ചെയ്യാൻ കഴിയാണ്ട വരും മുകളിലേക്ക് കയറുന്ന സമയത്ത്. അല്ല, സെയിൽ ചെയ്യാണ്ട് വരാൻ അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നോക്കിയ ഫോൺ മേടിച്ചു അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അതിന് ബയേഴ്സ് കുറവാണ് അല്ലേ? അത് എക്സോട്ടിക് പേയേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരും. ഗോൾഡ് അല്ലെങ്കിൽ മേജർ പേയേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരില്ല. അതായത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സെയിൽ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർ റേറ്റ് ആണെങ്കിൽ ആരെങ്കിലും എടുക്കുമോ? അതെടുക്കും, അത് ഉറപ്പായിട്ട് എടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു സെബിയുടെ റിപ്പോർട്ടുണ്ട്, നമുക്കൊരു റെഗുലേറ്ററി ബോർഡ് ഉണ്ട്. അവരുടെ റിപ്പോർട്ട് ഇപ്പോഴും 95% ആൾക്കാർക്കും ഇപ്പോഴും ചാർട്ട് അനാലിസിസ് അറിയില്ല. ഞാൻ മുന്നേ കൊച്ചിയിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ഹ്യൂജ് ഫണ്ടഡ് ആൾക്കാർ വരും. ഇവരൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അവർ കുറേ സ്റ്റോക്കിൽ മേടിച്ചിട്ടുണ്ട്. ഇവർ വിചാരം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ പൈസ പോവില്ല എന്നൊരു ഇവരെ വിചാരം. പൈസ പോവില്ല, പക്ഷെ വേറെ കാര്യം ഉണ്ടായില്ലേ, നമ്മൾ ഇട്ട എമൗണ്ട് ഒരു ഒരു പുള്ളിയുടെ കറക്റ്റ് കാര്യം പറഞ്ഞാൽ 58 lakh പുള്ളിയുടെ PI പോർട്ട്ഫോളിയോ വെച്ചാൽ പുള്ളിയുടെ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് 58 lakh. പുള്ളി ഏതോ ഒരു സിംഗിൾ സ്റ്റോക്കിൽ തന്നെ 6 lakh അബവ് ലോസിന് പുള്ളിക്ക്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലായിടത്തും അങ്ങനെ ഫുള്ളി ഇത്ര കമ്പനി ചെയ്യാൻ പറ്റില്ല, അത് ഓപ്പൺ സംസാരിക്കാൻ പറ്റില്ല. ചോദിച്ചു പുള്ളി ഇങ്ങോട്ട് പറഞ്ഞത് ജസ്റ്റ് ഇരുന്ന് ഫുൾ നോക്കി ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ പുള്ളി അത് ഇൻവെസ്റ്റ്മെന്റ് രീതിക്ക് വെറുതെ ഒരു ഗ്രീൻ ക്യാനിലാണ് ഇപ്പോൾ ഏറ്റവും പൊക്കത്താണ് മേടിച്ചിരിക്കുന്നത്. ഏറ്റവും ഹൈയിൽ നിൽക്കുമ്പോഴാണ് പുള്ളി മേടിച്ചിരിക്കുന്നത്. അത് പിന്നെ താഴത്തേക്ക് പോകുന്നുണ്ട്. എന്ത് ചോദിച്ചു, ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എക്സിറ്റ് ചെയ്യണോ അത് എന്താ ഹോൾഡ് ചെയ്യണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹോൾഡ് ചെയ്യാനോ എക്സിറ്റ് ചെയ്യാൻ പറയില്ല, കാരണം നമുക്ക് അങ്ങനത്തെ ഒരു റെഫറൻസ് കൊടുക്കാൻ പറ്റില്ല. പിന്നീട് അത് ലോസിലോട്ട് പോയി നമ്മൾ ബ്ലെയിം ചെയ്യുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു സാറിൻ്റെ ഇപ്പോഴത്തെ എക്സിറ്റ് പോയിന്റ് ആണ് കറക്റ്റ് ബൈയിങ് പോയിന്റ്. പുള്ളി അത് എവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് കറക്റ്റ് ബൈയിങ് പോയിന്റ്. ഇനി സാറ് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് റീസെൻ്റ്ലി പിന്നെ പ്രോഫിറ്റ് ആവുന്നത് വെച്ചാൽ പുള്ളി 3,600 മേടിച്ചിട്ട് പിന്നെ 2,800 വന്ന് 2,000 വരെ താഴത്തേക്ക് വന്നു. അങ്ങനെ പുള്ളി 6 lakh അബവ് മാത്രം ആ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് പുള്ളി ലോസ് ഉണ്ട് അല്ലേ? അത്രയും ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനും ഏറ്റവും ബെറ്റർ ബാങ്കിലോട്ട് FD ഇടുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് SIP ചെയ്താൽ പോരെ. നമ്മൾ ഈ സ്റ്റോക്ക് മേടിച്ചിട്ട് എന്തിനാ SIP-നേക്കാളും മ്യൂച്വൽ ഫണ്ടിനേക്കാളും അതുപോലെ തന്നെ ബാങ്കിൽ FD ഇടുമ്പോൾ കിട്ടുന്നതിനേക്കാളും അതിനെല്ലാം ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ വിലയ്ക്ക് മേടിക്കുക, ഏറ്റവും വലിയ വിലയ്ക്ക് വിൽക്കുക, ഏറ്റവും ലോവസ്റ്റ് പ്രൈസിന് മേടിക്കുക, ഏറ്റവും ഹയസ്റ്റ് വിലയ്ക്ക് വിൽക്കുക. അതാണ് ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആണ്, എത്ര താഴത്തേക്ക് പോലും പൈസ നഷ്ടം വരില്ല എന്ന് പറഞ്ഞ് മേടിക്കുന്നത് യാതൊരു കഥയില്ല. ഇപ്പോൾ ഗോൾഡ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഗോൾഡിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഒരു കറക്ഷൻ വരും, അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പറഞ്ഞ് ഗോൾഡ് എന്തായാലും താഴത്തേക്ക് അറിയില്ല, ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഗോൾഡ് താഴത്തേക്ക് അറിയില്ല, ഗോൾഡ് ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഇപ്പോൾ എല്ലാ രാജ്യവും ഡോളറിന് ഇൻവെസ്റ്റ്മെന്റ് മാറ്റി ഗോൾഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു 5 years അല്ലെങ്കിൽ 4 yearsന്റെ ലെങ്തി പീരീഡിലാണ് നോക്കുന്നത്, ഓക്കെ ഗോൾഡ് കൊള്ളാം. നമ്മൾ ചെറിയ ഒരു 1 month കൊണ്ട് 2 months കൊണ്ട് പ്രോഫിറ്റ് എടുത്ത് മാറാനാണെങ്കിൽ ഒരിക്കലും അത്രയും ഹൈപ്പിൽ നിൽക്കുമ്പോൾ മേടിക്കാൻ പാടില്ല. ഇനി അഥവാ ഇപ്പോൾ ചോദിക്കും അത്ര ഹൈപ്പിൽ പോയിട്ട് നീ താഴ്ത്തി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ചോദിക്കും.
അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് മേടിക്കേണ്ട. വേറെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട്. ക്രിപ്റ്റോ ഉണ്ട് നമുക്ക് അല്ലേ, ക്രിപ്റ്റോയിൽ തന്നെ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള കോയിൻസ് വേറെ ഉണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ കറൻസികൾ, ഫ്യൂച്ചേഴ്സ് കറൻസി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. നമുക്ക് മടിയന്മാരാണ് അങ്ങനെ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇതിന് കിട്ടിയില്ല എന്ത് ചെയ്യും, ഗോൾഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഇവിടുന്ന് മേടിച്ചില്ലെങ്കിൽ ഇനിയും അടുത്ത ബൈങ് ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്ന് പറയും. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന നമുക്കൊരു 100 സ്റ്റോക്ക് 50 സ്റ്റോക്ക് ഒരുമിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം 10 നമ്മൾ നോക്കും. അതിൽ നമുക്ക് വേണ്ട എൻട്രി പോയിന്റ്സ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് അതിൽ എൻട്രി പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എങ്ങനെയെങ്കിലും ട്രേഡ് എടുത്ത് വയ്ക്കും. അപ്പം അതിന് പകരം വൈഡായിട്ട് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക. ഇതെന്ത് പറഞ്ഞതൊക്കെ ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, അല്ല നമ്മൾ പറഞ്ഞത് പറഞ്ഞല്ലോ, നമ്മള് അത് മുകളിലേക്ക് പോകുമ്പോ വെക്കാൻ കഴിയുമോ ചോദിച്ചാൽ വിൽക്കാൻ പറ്റും, ഉറപ്പായിട്ടും വിൽക്കാൻ പറ്റും. അത് എല്ലാ ഇപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. എന്തായാലും ഇപ്പം ഗോൾഡ് ആവട്ടെ ഏത് സെഗ്മെന്റ് ആവട്ടെ നമുക്ക് വിൽക്കാൻ ഓപ്പർച്യൂണിറ്റി. കാരണം ഫോറക്സ് മാർക്കറ്റ് അത്രയും വേൾഡ് വൈഡ് മാർക്കറ്റില്ല, അത്ര ഹ്യൂജ് ബൈങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കണക്ക് പ്രകാരം ഇപ്പോൾ കഴിഞ്ഞ ഇയർ കണക്കാണ് എവറി ഡേ $7.5 trillion കച്ചവടം നടക്കുന്നത്. അത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തേക്കും ഇറങ്ങി തുടങ്ങി. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ തന്നെ അല്ലേ, നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, എന്നിട്ട് പോലും ട്രേഡിംഗ് ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്ക് ആഫ്രിക്കയിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അവർ 1 month നാട്ടിലോട്ട് വരിക, ആ 1 month കോഴ്സും പഠിക്കുന്നത്. ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവർ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു പുള്ളിയും മീറ്റ് ചെയ്തിരുന്നു, ഒരു കോൺട്രാക്ടറെ പുള്ളി കൊച്ചിയിൽ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. പുള്ളി ഞാൻ ഡ്രോപ്പ് ചെയ്തു, ഇനിയിപ്പോൾ ഇതിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ 52 വയസ്സായി, ഇനി എനിക്ക് അതും ചെയ്യാൻ താല്പര്യമില്ലെന്ന് പുള്ളി പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഇതിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ചാർട്ടായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മേജർ പേയേഴ്സ്, ക്രോസ് പേയേഴ്സ്, ബേസ്, കോഡ് കറൻസി, അതുപോലെ നമുക്ക് ലോഡ് സൈസുകൾ അല്ലേ. നമ്മൾ മേടിക്കുമ്പോൾ 3 ടൈപ്പ് ലോഡ് സൈസാണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ്, മിനി, മൈക്രോ, ഇങ്ങനെ 3 ലോഡ് സൈസാണുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻസ് അല്ലേ. ലണ്ടൻ ഏഷ്യനിൽ വരുന്ന സെക്ഷൻസാണ് സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്, ഇങ്ങനെ 4 സെഷൻസ് വരുന്നുണ്ട്. അതിൽ സിഡ്നി ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 5:30 ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12:30 PM. ഞാൻ ഫുള്ള് പറയുന്നത് ഇന്ത്യൻ സമയം പറയുന്നത് കേട്ടോ. ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത് 12:30 PM ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നു. ആ ലണ്ടൻ ക്ലോസ് ചെയ്യുന്നത് രാത്രി 8:30 അല്ലെങ്കിൽ 8:30 or 9:30 ക്ലോസ് ചെയ്യുന്നു. ആ ലണ്ടൻ മാർക്കറ്റിലേക്കാണ് ഈവനിങ് സമയത്ത്, ഇന്ത്യൻ സമയം ഈവനിങ്ങിൽ 5:30 ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, എൻ്റർ ആവുന്നത്. ഓക്കെ അല്ലേ. അതിലേക്ക് ആ ന്യൂയോർക്ക് ക്ലോസ് ചെയ്യുന്നത് രാത്രി 2:30 ന്യൂയോർക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റും അതുപോലെ തന്നെ ന്യൂയോർക്ക് സെക്ഷൻസ് എൻഡ് ആവുന്നത് സെയിം സമയത്താണ്. ഓക്കെ അല്ലേ, ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ജസ്റ്റ് ഒരു റിവ്യൂ പറഞ്ഞു വെറുതെ. ഇതുവരെ ഇന്ന് പറഞ്ഞ എല്ലാ ടോപ്പിക്സും ക്ലിയർ ആയിട്ടില്ലേ? ഇത് അധികം വാല്യൂ വലിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഓടിച്ചു വിട്ടിട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ക്യാൻഡിൽസ് സ്റ്റാർട്ട് ചെയ്യണം. ക്യാൻഡിൽസ്, അതുപോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ചാർട്ടിൻ്റെ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തിയറി പാർട്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഇനി ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരാം. അത് എന്നാലും ക്ലിയർ ആവുള്ളൂ. വെച്ചാൽ നമുക്ക് ബൈ ഓർഡേഴ്സ്, ലിമിറ്റ് ഓർഡേഴ്സ്, അങ്ങനെ കുറേ 4 ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ 3 ടൈപ്പ് ഇത് പറഞ്ഞു, സ്റ്റാൻഡേർഡ് ലോഡ് സൈസുകൾ പറഞ്ഞു. അത് 3 സൈസ് ലോഡ് സൈസുകളുണ്ട്. അത് മേടിക്കുന്ന കുറച്ച് രീതികളുണ്ട്. അത് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടണതാണ് ആ സ്റ്റാൻഡേർഡ്, മൈക്രോ, നാനോ എന്നൊക്കെ പറഞ്ഞത്. മേടിക്കുന്ന കുറച്ച് ടൈപ്പുകളുണ്ട്. നമ്മൾ ഒരു ട്രേഡിനെ 4 രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് മാർക്കറ്റ് ഓർഡർ, ബൈ ഓർഡർ, ലിമിറ്റ് ഓർഡർ, അങ്ങനെ ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, അങ്ങനെ കുറച്ച് ഓർഡേഴ്സുകളുണ്ട്. അത് പറഞ്ഞുതരാം. ട്രേഡ് എടുക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാ പറഞ്ഞത്, അത് ട്രേഡ്സിൻ്റെ നമുക്ക് ചാർട്ട് അനാലിസിൻ്റെ കൂടെ തന്നെ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തരാം. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഒന്നും ഇല്ലല്ലോ ഇതിന്? ഓക്കെ അല്ലേ? ജിനുമോൻ സാർ ബ്രോ എന്താണ് ബ്രോ വിളിച്ച? കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണ്. ഞാൻ ഇടയ്ക്ക് മിസ്സായിരുന്നു, പക്ഷെ ഞാനത് കേട്ടിട്ടേ ചോദിച്ചല്ലോ. എനിക്ക് 2-3 ഡൗട്ട് ഉണ്ട്, ഞാൻ അത് നോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. പേഴ്സണലായി മെസ്സേജ് ചോദിച്ചോളാം. സോബിൻ ബ്രോ എന്താണ്? ഓക്കെ അല്ലേ? സീത മാം ഓക്കെ ആണല്ലേ? എന്ത് ഡൗട്ട് മാമിന് എനിക്ക് തോന്നുന്നു കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി ഒന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ ജാൻ സാർ ഓക്കെ അല്ലേ? ഓക്കെ ജസ്റ്റ് മൈൻഡ് പേട്ടൻ ക്ലാസ് എന്നാ. എനിവേ താങ്ക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.